വലിയ സിനിമകളൊക്കെ ഭാഗവുമാണ് അല്ലെങ്കിൽ ഇതുപോലത്തെ കൊച്ചു സിനിമകളുടെ ഭാഗമാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ്, എങ്ങനെയാണ് ഈ ഒരു സിനിമ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു? ഇല്ല, അങ്ങനെ വലിയ സിനിമ ചെറിയ സിനിമ എന്നുള്ള പദ്ധതിയില്ല. എനിക്ക് സിനിമ നമുക്ക് വളരെ ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കഴിയുന്നതും അവസരങ്ങൾ കിട്ടിയാൽ ഉപയോഗിക്കുക എന്നാണ് എപ്പോഴും വലിയൊരു പോളിസി. എൻ്റെ വളരെ സെലക്റ്റീവായിട്ട് സിനിമകൾ ചെയ്യുന്നൊരു പോളിസിയിലേക്ക് ഞാൻ ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ ആ തരത്തിലാണ് ജോബിനോട് ഈ കഥ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ എന്താ പറയുക, അത് നമ്മുടെ എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടല്ലെങ്കിലും നമ്മൾ വായിക്കാനും കാണുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. അത് നടന്ന സംഭവമാണ് അദ്ദേഹത്തിൻ്റെ അവിടെ എന്ന് പറയുന്നത്. നമ്മുടെ അവിടെ വേറെ ഒരു തരത്തിൽ ഇതൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളൊരു സംഭവവും എന്തെങ്കിലും ഒരു സാധനം ജീവിതവുമായി ബന്ധമുണ്ടെങ്കിൽ അതൊരു സിനിമയാക്കുമ്പോൾ അത് കൂടുതൽ അതിനെ കൂടുതൽ ജീവൻ വയ്ക്കും ഇങ്ങനെ വിചാരിക്കുന്നതാണ്. അപ്പൊ ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു സ്പാർക്കാണ്, അദ്ദേഹത്തിന്റെ ഒരു തോട്ടാണ് എന്നെ ഈ സിനിമയിലേക്ക് ആകർഷിച്ചത്. അപ്പൊ ആ തരത്തിൽ ഞാൻ ഈ സിനിമയുടെ ഒരു ഭാഗമാക്കുകയാണ്. സ്കീമുകൾ വരുമ്പോൾ ചിലത് ഓടിച്ചിടന്നോളാം. അപ്പൊ അതൊരു റിസ്ക് ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരു റിസ്ക് എന്തുകൊണ്ട് എടുത്തു? അത് ആദ്യം തന്നെ തീരുമാനിച്ചതാണോ ഇങ്ങനത്തെ ഒരു സബ്ജക്ട് തന്നെ ചെയ്യാം എന്നുള്ളത്? ശരിക്കും നമ്മൾ എടുത്തേക്കുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല ഈ സിനിമ നമ്മൾ എടുത്തേക്കുന്നത്. കാരണം ഞാൻ ഇന്നുവരെ ഒരു സിനിമയിൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോലും ചെയ്യാതെ കുറച്ച് ഷോർട്ട് ഫിലിംസ് എടുത്ത് പഠിച്ചിട്ട് തൊട്ട് ഞാൻ ജസ്റ്റ് നേരെ ഡയറക്റ്റ് ഒരു പടം തന്നെ ചെയ്തേക്കുന്നതാണ്. അപ്പോൾ അത് തന്നെ ഒരു വലിയ റിസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. പക്ഷേ ഈ റിസ്ക് എടുക്കാനുള്ള ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അത് റിസ്ക് തന്നെയാണ്. പക്ഷേ നമ്മൾ റിസ്ക് എടുത്താലുള്ള ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ ആ റിസ്ക് എടുക്കുന്നത് നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണ് റിസ്ക് എടുക്കുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഈ ഒരു സിനിമ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കണ്ടന്റാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് ആണ്. ഞങ്ങളുടെ നാട്ടിൽ നടന്ന ഒരു സംഭവം, അത് ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ നടന്നത് അതുപോലെ ന്യൂസായി. പക്ഷെ അത് ഇന്നും ഇന്നലെയും നാളെയൊക്കെ ആയിട്ട് നിങ്ങളുടെയും ബാക്കി നമ്മുടെ എല്ലാ ആളുകളുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കാനിരിക്കുന്നതുമായ പല കാര്യങ്ങളാണ് ഈ സിനിമയിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ ആ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് അതിനൊരു മാറ്റം അല്ലെങ്കിൽ അത് എങ്ങനെ നമ്മൾ ഇല്ലാതാക്കണം എന്നുള്ള ഒരു സൊല്യൂഷൻ, ഒരു ഓപ്ഷനായിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ സിനിമയിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അതൊരു സമൂഹത്തിന് വേണ്ട ഒരു കണ്ടന്റ്, ഒരു മെസ്സേജ് എന്നതിൽ ഒരു റിസ്ക് എടുക്കുന്നത് തെറ്റാണെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ അത് ജനങ്ങൾ അതിനെ എടുക്കുന്ന പോലെ ഇരിക്കും. ചേട്ടൻ പറഞ്ഞാൽ ഒത്തിരി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന, ഓഫ്കോഴ്സ് ഈ സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു കൊമേഴ്ഷ്യൽ ടൈപ്പ് തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് കാണുന്ന വ്യക്തികൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് വേണ്ടതൊരു ഞാൻ പറഞ്ഞത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു കണ്ടന്റ്, ഒരു സന്ദേശം ആ രീതിയിൽ കണ്ടുകൊണ്ട് റിസ്ക് എടുക്കുന്നതിലായിട്ട് നമുക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ട്. നല്ലൊരു കാര്യമാണ് തോന്നിയിരിക്കുന്നത്. കാസ്റ്റിംഗ് കൂടുതലും പുതിയ ആളുകളാണ്. അപ്പോൾ സുനേട്ടൻ പോലെ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആക്ടേഴ്സ് ഉണ്ടെങ്കിലും കൂടുതൽ പുതിയ ആളുകളാണ്. അപ്പോൾ വേറെ ആർട്ടിസ്റ്റുകളൊക്കെ നോക്കിയിരുന്നു. ഇപ്പൊ നേരത്തെ ഡയനയുടെ കാര്യം പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ പുറകെ സഞ്ചരിച്ചിട്ട് കിട്ടാതെയാണോ പുതിയ ആളുകളിലേക്ക് എത്തിയത്? അല്ല, നമ്മൾ ഒരിക്കലും ഞാൻ എൻ്റെ ഷോർട്ട് ഫിലിം പറഞ്ഞാൽ നേരത്തെ ഷോർട്ട് ഫിലിംസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരു 12 ഷോർട്ട് ഫിലിംസ് എടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഷോർട്ട് ഫിലിംസ് എല്ലാം നമ്മൾ പുതിയ ആളുകൾക്കാണ് ചാൻസ് കൊടുത്തത്. കാരണം നമ്മൾ നോക്കുമ്പോൾ ഒത്തിരി ഫെമിലിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉണ്ട്. പക്ഷേ അവരെപ്പോലെ അവരെക്കാളും ടാലന്റഡ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾ അവസരം കിട്ടാതെ പുറമെ നിൽക്കുന്നുണ്ട്. അതെനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ സോഷ്യലി ഒത്തിരി കാര്യങ്ങൾ ഇടപെട്ടിട്ടുള്ളതുകൊണ്ട് ഒത്തിരി യൂത്തിൻ്റെയും ഇങ്ങനെ ആക്ടിംഗ് ഒക്കെ ആയിരിക്കുന്ന പല നമുക്കറിയാം. അപ്പോൾ അവർക്കൂടെ ഒരു അവസരം കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ നമ്മൾ മനസ്സിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ഫിലിംസ് ചെയ്തത്. ആ ഒരു ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിച്ച ഒരു 10-11 ആളുകൾ ഇന്ന് ബിഗ് സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്. അത് എനിക്കൊരു പ്രൗഡായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മൾ വളരുന്നതോടൊപ്പം പുതിയ ആളുകൾ കണ്ടുപിടിച്ച് അവരെ കൂടെ ചേർത്ത് പിടിച്ച് വളരുമ്പോൾ അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ചില പറഞ്ഞ ഇതിനകത്ത് എല്ലാവരും സിനിമയിൽ പുതിയതായിരിക്കും, പക്ഷേ അവർ വലിയ വലിയ റോളുകൾ ചെയ്തിട്ടില്ലെങ്കിൽ സിനിമകളിൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്തിട്ടുള്ള ആളുകളാണ് ബാക്കിയുള്ള പുതിയ ആളുകൾ എന്ന് പറയുന്നവർ. ഉദാഹരണം പറഞ്ഞ റോബി ചേട്ടൻ, അങ്ങനെ ചേട്ടനൊക്കെ 1-2 സിനിമകളിൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് വേറെ അവസരങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഇപ്പം വലുതായിട്ടിരിക്കുന്ന ഓരോ ആക്ടേഴ്സും ഇതുപോലെ കടന്നു വന്നവരാണല്ലോ. നമ്മൾ അവർക്കൊരു ചാൻസ് കൊടുക്കുന്നു. ആ ഒരു രീതി മാത്രമേ ഇതിനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഡയാനയോട് നമ്മൾ ചോദിച്ചിരുന്നു. നമ്മൾ വേറെ 3-4 പേര് ചോദിച്ചിരുന്നു. പല അസൗകര്യങ്ങൾ വന്നു. പിന്നെ നമുക്കൊരു ഇതുണ്ടല്ലോ, ഇന്ന കാസ്റ്റ് വേണമെന്നുള്ളത്. നമ്മൾ ഒത്തിരി പേരെ ചോദിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ മനസ്സിലേക്ക് പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണം എന്നുള്ള കൺസെപ്റ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ആവശ്യത്തിലുള്ള ആളുകളെ ചോദിച്ചു. ബാക്കിയുള്ളവരെ നമ്മൾ പുതിയതുള്ളവരെ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുള്ളൂ.
ഇതിൽ സുനേട്ടനൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, പിന്നെ പുതിയ ആളുകൾ സിനിമയിൽ പുതിയതാണ്. അപ്പോൾ ഇവരെ അഭിനയിപ്പിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ പുതിയ ആളുകളെ അഭിനയിപ്പിക്കുമ്പോൾ. അപ്പൊ ഇവരെ രണ്ടുപേരെയും കൂടി ഒരുമിച്ച് അഭിനയിപ്പിക്കുമ്പോൾ അതെങ്ങനെയായിരുന്നു എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു? കാരണം ഇവരൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ ഗ്രാസ്പ് ചെയ്ത് ചെയ്യുന്ന ആളുകളാണ്. ഈ പുതിയ ആളുകളാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവര് റിലേറ്റ് ചെയ്യാൻ ഇവർക്ക് ഒരു ക്ഷമ വേണമല്ലോ ഡയറക്ടർ. അതെങ്ങനെയാണ് അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോയത്? ചേട്ടാ സത്യം പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഒരു ടീമിന്റെ ഒരു ഇതായിട്ട് ഞാൻ കാണുന്നുള്ളൂ. കാരണം സുനിലേട്ടനെ പോലുള്ള ഒരു എക്സ്പീരിയൻസ് പ്രശ്നമുണ്ട്. അപ്പൊ അവരെല്ലാവർക്കും നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഗ്രൂ ആണെന്ന് അവർക്കറിയാം. അവരെല്ലാം അതനുസരിച്ച് നമ്മളോട് നിന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ DOP സ്ക്രിപ്റ്റ് സാബു ജെയിംസ് സാർ, അപ്പോൾ സാറാണ് ഞങ്ങളുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. സാറിന്റെ സത്യം പറഞ്ഞാൽ സാറിന്റെ ആ ഒരു പിൻബലത്തിലാണ് നമ്മൾ സിനിമ ചെയ്യുന്നത് തന്നെ. ഞാൻ പറഞ്ഞത് എനിക്ക് വേറെ എക്സ്പീരിയൻസുകളൊന്നുമില്ല. അപ്പം സാറിന്റെ 35 വർഷത്തെ എക്സ്പീരിയൻസ് ഈ സിനിമയിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ ഈ സിനിമ എടുക്കാൻ തന്നെ തയ്യാറായതും സാറ് കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ. ഇപ്പൊ സാറ് എന്താ പറയുക, ഇപ്പൊ പുതിയ സിനിമ ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഷൂട്ട് തുടങ്ങി 7 സെക്കൻഡ്സ് ആണ് പേര്, കാസർഗോഡൊക്കെയാണ്. സാർ ഇപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തതാണ്. അത്രയും സപ്പോർട്ട് സാർ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ ആ ഒരു പിൻബലത്തിൽ നമുക്ക് എല്ലാം കൊണ്ട് മാനേജ് ചെയ്ത് പോകുവാനായിട്ടും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആക്ടേഴ്സും ക്രൂവും എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. എല്ലാവരും ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ലായിരുന്നു, ഫെമിലിയർ ആയിട്ടുള്ളവരെന്നോ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അറിയത്തില്ലാത്ത ഒരാളാണെങ്കിൽ ഇപ്പം ഉദാഹരണം റോബിൻ പറയാൻ പുള്ളി ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു കുഞ്ഞു കുഞ്ഞു റോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറെ 1-2 മിസ്റ്റേക്സ് വന്നപ്പം പ്രശാന്ത് ഉൾപ്പെടെ അല്ലെങ്കിൽ സുനിലേട്ടൻ, കോട്ടയം രമേശ് അവരെല്ലാം ഉൾപ്പെടെ പറഞ്ഞു കൊടുത്ത് കറക്ഷൻസ് വരുത്തി. അത് നമുക്ക് ഭയങ്കര അനുഭവമായിരുന്നു. അവർ കറക്ഷൻസ് പറഞ്ഞു കൊടുത്ത് അവരെ കൂടെ വളർത്തുന്ന പോലെ നമുക്ക് തോന്നിയത്. അപ്പം അതൊരു ഫാമിലി ഒരു അറ്റ്മോസ്ഫിയർ ഞങ്ങൾക്ക് തന്നത്. അപ്പൊ അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം നമുക്ക് ഇത്രയും വരെ എത്തിക്കാൻ സാധിച്ചതെന്നുള്ളത്. അതുകൊണ്ട് അത് അത്ര വലിയ പാടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഓഫ്കോഴ്സ് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്, കൂടെ ഉള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആഡ് ചെയ്യാൻ അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാനിപ്പോൾ ജോബിന് മുമ്പ് അറിയുക അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നോക്കുമ്പോൾ അങ്ങനെ ഭയങ്കര ഇമ്പ്രസീവായിട്ടൊന്നുമില്ല. പിന്നെ കണ്ടന്റാണ് എന്നെ അട്രാക്ട് ചെയ്തത്. അപ്പം നമ്മൾ ഇങ്ങനത്തെ തീരുമാനങ്ങൾ ഇങ്ങനത്തെ സിനിമയിൽ പോകുമ്പോൾ ഇതൊക്കെ നമ്മൾ സ്ഥിരം അനുഭവിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അപ്പം ആ തരത്തിൽ അങ്ങനത്തെ നമ്മൾ മാനേജ് ചെയ്യും. പക്ഷെ ജോബി ഒരുവിധം ഹോംവർക്ക് ചെയ്ത് ഒരുവിധം എന്താ പറയുക അവൈലബിൾ റിസോഴ്സൊക്കെ നന്നായി ഉപയോഗിച്ച് ചെയ്തായിട്ട് എനിക്ക് തോന്നി. പിന്നെ അദ്ദേഹം ജോലിയും ഇടയ്ക്ക് ജോലി അങ്ങോട്ട് അയർലൻഡിൽ പോവുക, തിരിച്ചു വരിക, പിന്നെ ഷൂട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഹെക്റ്റിക് ആയിരുന്നു. ഒരു മനോഹരമായിട്ട് അദ്ദേഹം മാനേജ് ചെയ്തു. അപ്പൊ കൂടുതൽ നമുക്ക് ഇങ്ങനത്തെ ചിത്രങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അല്ലേ? അവരുടെ ബെസ്റ്റ് നന്നായി ചെയ്തിട്ടുണ്ട്. സാറിനോടാണ് എൻ്റെ ക്വസ്റ്റ്യൻ. സാർ ഇപ്പൊ 25 വർഷമായിട്ട് ഈ ഫിലിം ഫീൽഡിലുണ്ടല്ലോ. സാർ കരുതൽ എന്ന് പറയുന്ന മൂവിയിൽ എന്ത് പ്രത്യേകതയാണോ ഉള്ളത്? കുറെ വർഷങ്ങളായി. കരുതലിന് ഏറ്റവും വലിയ പ്രത്യേകത എൻ്റെ ഒരു ശിഷ്യൻ തന്നെ ചെയ്ത സിനിമയാണെന്നുള്ളത്. ഒരു ശിഷ്യൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയിൽ ഗുരുവിന് ക്യാമറാമാൻ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് എനിക്കൊത്തിരി സന്തോഷമുണ്ടായിരുന്നു. എൻ്റെ ഒരു ശിഷ്യൻ സംവിധായകനാകുന്നു, സിനിമാ രംഗത്ത് അദ്ദേഹം വളർന്നു വരുന്നു, അതായത് തീർച്ചയായിട്ടും സന്തോഷമുള്ള ഒരു കാര്യമാണ്. പിന്നെ എനിക്ക് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് കുറച്ച് താല്പര്യമുള്ള വിഷയമാണ്. കുറെ നേരത്തെ ഞാൻ ചില സിനിമകളിലൊക്കെ എഴുതിയിരുന്നു. അപ്പൊ ഇത് എഴുതാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എഴുതാൻ സാധിക്കുന്നത് എനിക്ക് തീർച്ചയായിട്ടും സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം വാക്കുകളാണ് നമ്മൾ പിന്നെ ദൃശ്യങ്ങളാക്കുന്നത്. അപ്പൊ ദൃശ്യങ്ങളാക്കാൻ സാധിക്കുന്ന വാക്കുകൾ ദൃശ്യങ്ങൾ ചെയ്യുന്ന വ്യക്തി തന്നെ എഴുതാൻ ഒരവസരം കിട്ടുമ്പോൾ അതിന് അതിൻ്റെതായ ഒരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പൊ വാക്കുകളെ ദൃശ്യങ്ങളാക്കേണ്ട വാക്കുകളെ ദൃശ്യങ്ങളാക്കുന്ന വ്യക്തിക്ക് തന്നെ എഴുതാൻ അതൊരു ഭാഗ്യമായിട്ട് കിട്ടിയതാണ് ഈ സിനിമയിൽ. പിന്നെ എനിക്കിതിൽ മറ്റ് സിനിമകളിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായിട്ട് തോന്നിയത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നു. പലപ്പോഴും വീട്ടിൽ തന്നെ ഇരുന്നിട്ട് വീട്ടിൽ നിന്ന് പോയിട്ട് വൈകിട്ട് ഷൂട്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് തന്നെ വന്നു. അപ്പൊ ഞങ്ങളുടെ പല സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്നത് നടക്കുമ്പോൾ, ഇന്ത്യയിലും വിദേശത്തും ഒക്കെ നടക്കുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അത് ആസാമിലാണ്. ആസാമി സിനിമകൾ പലപ്പോഴും ചെയ്യുന്നത് ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളും രാവിലെ പൊതുചോറുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഷൂട്ടിനിടയ്ക്ക് അവർ കൊണ്ടുവന്ന ചോറ് പരസ്പരം ഷെയർ ചെയ്ത് അങ്ങനെ ഭക്ഷിച്ച് ഒരു കൂട്ടായ്മയോടുകൂടി ഷൂട്ട് ചെയ്തിട്ട് പോകുന്നതാണ് ആസാമി സിനിമകൾ. അപ്പൊ ഞങ്ങളുടെ ഈ സിനിമയും ഏകദേശം അതുപോലെ തന്നെയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങി എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഒരേ രീതിയിൽ യാത്ര ചെയ്ത് ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരു നാട്ടിൻപുറത്തിൻ്റെ ഒരു നന്മയുള്ള
പരസ്പരം കരുതലുള്ള ഒരു ടീം ഒത്തുചേർന്ന് ചെയ്തൊരു സിനിമ. ഹലോ, ബിന്ദുജനോടാണ്. ബിന്ദുജ ഒരു മിമിക്രി ആർട്ടിസ്റ്റും കൂടിയാണ്. സോ പൊതുവെ നോക്കുമ്പോൾ ആണുങ്ങളാണ് കൂടുതലും മിമിക്രി ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ചാലഞ്ചിങ് ആണ് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് എന്ന നിലയിൽ. പിന്നെ ഈ ഒരു മൂവി ആണെങ്കിലും ഡെബ്യൂ മൂവിയാണല്ലോ. സോ വെയിറ്റ് ചെയ്യായിരുന്നു ഇങ്ങനെ ഒരു ചാൻസിന് വേണ്ടിയിട്ട്. ഫസ്റ്റ് മിമിക്രിയുടെ കാര്യം പറയാം. ചലഞ്ചിങ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ മത്സരിച്ച സമയത്ത് ഞങ്ങൾ മിക്സഡ് ആയിട്ടായിരുന്നു ആ ടൈമിൽ. ആൺകുട്ടികളും പെൺകുട്ടികളും ആയിരുന്നു മിമിക്രി. ഒരു കലോത്സവം ഞാൻ 7 തവണ സ്റ്റേറ്റ് നാഷണൽ വിന്നറായിരുന്നു മിമിക്രി. അപ്പോൾ അങ്ങനെ മിമിക്രി ഒരു ടൈറ്റ് മത്സരം ആയി തുടങ്ങിയപ്പോൾ പിന്നെ സ്പ്ലിറ്റ് ചെയ്തു. ആൺകുട്ടികളുടെ മിമിക്രി, പെൺകുട്ടികളുടെ മിമിക്രി. അങ്ങനെ ഇപ്പോൾ കലോത്സവ വേദികളിൽ ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് മിമിക്രി എന്ന് പറഞ്ഞൊരു കാര്യം. സിംഗറാണ്. സ്വാതിരുന്നാൾ സംഗീത കോളേജിലാണ് ഞാൻ പഠിച്ചത് മ്യൂസിക്. അപ്പോൾ എപ്പോഴും സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ പാട്ടുകാരിയാണെങ്കിൽ ഒരു പാട്ടിൽ കൂടെ തന്നെ സിനിമ വരണമെന്ന് ആഗ്രഹിക്കുന്നത്. അഭിനയം കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ ഡബ് ചെയ്യാനും എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. 2-3 ക്യാരക്ടറിന് ശബ്ദം മാറ്റി ഡബ് ചെയ്യാനും ഇവിടെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പാട്ട് പാടി തന്നെ സിനിമയിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ മിമിക്രി എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ചാനലിൽ മിമിക്രി ചെയ്തപ്പോഴാണ് എൻ്റെ പ്രതിഭയുടെ കാണുന്നത്. ഒരു പക്ഷേ എല്ലാവരെയും പോലെ ഞാൻ പാട്ട് പാടി പോയിരുന്നില്ല. അന്ന് നാദസ്വരം എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു 4 കല്യാണം ലൈവായിട്ട് ശരിക്കുള്ള കല്യാണം എനിക്ക് നാദസ്വരം പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെയും തഞ്ചാവൂര്, തമിഴ്നാട്ടിലെയും തകലിൻ്റെയും നാസത്തിൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ പോയിട്ട് എൻ്റെ നാസികം കൊണ്ട് എനിക്ക് നാസ്വരം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അന്ന് നാദസ്വരവും നാടൻ പാട്ടുമാണ് ഞാൻ അന്ന് പെർഫോം ചെയ്തത്. അതുകൊണ്ടാണ് പ്രതിഭയുടെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്നെ പെട്ടെന്ന് ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നു. അങ്ങനെയാണ് എനിക്ക് ഈ ഒരു സിനിമയിലേക്ക് എന്താ പറയുക ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വരാൻ തന്നെ കാരണമായത്. അപ്പോൾ ഈ കാര്യത്തിൽ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ജോമി ബ്രോ ഞങ്ങളെല്ലാവരെയും കരുതുവാണ്. പാട്ടുകാരാണെങ്കിലും അഭിനേതാക്കളാണെങ്കിലും എന്താ പറയുക ഇതിനകത്ത് വേഷം കൈകാര്യം ചെയ്തിരിക്കുന്ന ഓരോ ആളുകൾക്കും എന്താ പറയുക വലിയൊരു കരുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മൂവിയിലത്തെ പാട്ടിലൂടെ വേറെ അവസരങ്ങളും വന്നായിരുന്നു? തീർച്ചയായിട്ടും. കുറച്ച് ഷോർട്ട് മൂവീസ്, ഒരു ഫിലിമിൻ്റെ എനിക്ക് തോന്നുന്നു കുഞ്ചാക്കോബ് സാറിനെയും മഞ്ജു വാര്യർ. എനിക്ക് പ്രതിഭയുടെ അടുത്തേക്ക് ഭയങ്കര പ്രൗഡാണ് കേട്ടോ. അതിങ്ങനെ അടുത്തിരിക്കാൻ തന്നെ ഒരു വലിയ പ്രൗഡാണ്. അതിലൊരു ട്രാക്ക് അതിന് ട്രെയിലറിന് വേണ്ടിയിട്ടാണ് പാടി കൊടുത്തത്. ജാനകിയമ്മയുടെ വോയിസ് മോഡുലേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ പാടിയിട്ട് കൊടുത്തു. ഈ മൂവിക്ക് ശേഷമാണ്, ഈ മൂവി കണ്ടിട്ടാണ് ഈ പാട്ട്, അതായത് പാട്ട് നമുക്ക് ഞാൻ പറഞ്ഞില്ല 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് പാട്ട് നമ്മുടെ പാടി പുറത്തിറക്കി. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു. എത്രയോ പേര് പാട്ട് പാടി. ഞാൻ ഇതിന് തുണ്ടവൻകര ഇടത്തോട്ട് എന്ന് പറഞ്ഞൊരു സിനിമയിൽ സൈനോൻ ചേച്ചിക്ക് പകരം ഒരു പാട്ട് പാടാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതുവരെയായിട്ട് അത് പുറത്തിറങ്ങിയിട്ടില്ല. ആ സിനിമ പോലും അങ്ങനെ ഒരു കൊറോണ കാലത്തിന് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ മനസ്സിലോർത്തു നമുക്ക് അവസരം, നമ്മുടെ ടാലൻറ്റ് കണ്ടിട്ട് ഒരു അവസരം നമ്മൾ തേടിയെത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റേജ് ഷോസും കാര്യങ്ങളും ഒക്കെ. ഈ മിമിക്രി കൂടെ തന്നെയാണ് ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോകാൻ പറ്റിയത്. മിമിക്രി എന്ന് പറയുന്നത് കൊണ്ടാണ്, മിമിക്രി എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ നിന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇന്ന് ഇത്രയും വലിയൊരു എന്നെ തേടിയെത്തിയത്. സുനിലേട്ടനോടാണ്. സുനിലേട്ടൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് വലിയ സിനിമകളിലും ചെറിയ സിനിമകളിലൊക്കെ ഭാഗമായിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ വളരെ കുറച്ച് മീഡിയാസാണ് വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇതേപോലത്തെ ചെറിയ സിനിമകൾ ഇറങ്ങുമ്പോൾ മീഡിയയുടെ ഭാഗത്താണെങ്കിലും പ്രേക്ഷകരുടെ ഭാഗത്താണെങ്കിലും എത്രത്തോളം സപ്പോർട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം സപ്പോർട്ട് ഇതുവരെ കിട്ടിയിട്ടുണ്ടാകുന്നത് ചെറിയ സിനിമകളുടെ ഭാഗമായപ്പോൾ? അത് ചോദിച്ചപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മീഡിയാസ് വളരെ കുറവാണ്. അതെന്തുകൊണ്ടായിരിക്കും? അതറിയില്ല, ഇതിലൊരു വളരെ താല്പര്യമുള്ള സിനിമയൊക്കെ ഒരുപാട് ആളുകൾ വരും. അപ്പൊ ഇത്തരം ഇതിലാണ് നിങ്ങളുടെ ഒരു ധർമ്മം കാണിക്കേണ്ടത്, മീഡിയയുടെ ധർമ്മം. മറ്റു വലിയ സിനിമകൾക്ക് ഇഷ്ടംപോലെ ആളുകളും ഉണ്ടാവും, പ്രേക്ഷകരും ഉണ്ടാവും. അപ്പൊ ഈ സിനിമയ്ക്ക് ഒരാഴ്ചയെങ്കിലും ഒരു തിയേറ്ററിൽ പിടിച്ചു നിന്ന് കഴിഞ്ഞാൽ രക്ഷപ്പെടുന്ന ഒരു സിനിമയാണ്. ഒരു ഇനീഷ്യൽ ഒരു കണ്ടന്റ്, ഇനീഷ്യൽ ഒരു ക്രൗഡോ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇനീഷ്യൽ കുറച്ച് ആളുകളെ തിയേറ്ററിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം എഫക്റ്റീവായിട്ട് നടക്കുന്നത്
അപ്പോൾ അത് നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങളാണ് പറയുന്നത്, എന്തുകൊണ്ടാണ് ആളുകൾ വരാത്തത്. അല്ല അതിപ്പോ ചെറിയ സിനിമ ആയതുകൊണ്ടായിരിക്കും. അതെ, അതായിരിക്കും ചെയ്യും, അങ്ങനെ തന്നെ ആയിരിക്കില്ല, അങ്ങനെ തന്നെ ആയിരിക്കും. അല്ല അപ്പൊ അത് ഒരു ഇപ്പൊ സുനിയുടെ നേരത്തെ അല്ല ചെറിയ സിനിമകളുടെ വലിയ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. അതെ, അപ്പൊ ശരിക്കും അങ്ങനെ ചെറിയ സിനിമ വലിയ സിനിമ എന്ന് തരം തിരിച്ച് കാണേണ്ട ആവശ്യമുണ്ടോ? ഞാൻ പേഴ്സണലി കാണുന്നില്ല. ഞാൻ കാണുന്ന ആസ് എൻ ആക്ടർ എനിക്ക് ചെറിയ സിനിമകളിലാണ് വലിയ നല്ല പെർഫോമൻസ് കിട്ടുന്നത്. വലിയ സിനിമകളുടെ ഭാഗത്ത് ഞാൻ ഒരുപാട് ക്രൗഡിൽ ഒരാളാകുന്നൊക്കെ ഉണ്ട്. അപ്പൊ അതും ആസ് എൻ ആക്ടർ ഞാനെപ്പോഴും ഒരു അഭിനേതാവ് നിലയ്ക്ക് നമ്മളെ അടയാളപ്പെടുത്തുന്ന അവസരങ്ങൾക്കാണ് നമ്മൾ നോക്കുന്നത്. വലിയ നമ്മുടെ ഒരു കരിയറിന്റെ ഭാഗമായിട്ട് വലിയ സിനിമകളുടെ ഭാഗമാവുന്നുണ്ട്. ഒരുപാട് ചെറിയ നല്ല സിനിമകളിൽ ആ തരത്തിൽപ്പെട്ട ഒരു ചെറിയ വലിയ സിനിമയാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ഇപ്പോഴും താരങ്ങളെ മാത്രം അല്ലെങ്കിൽ ഒരു ആക്ട്രസ് വരാണെങ്കിൽ മാത്രം മീഡിയാസ് വരുന്നതിനോട് എന്താണ്? അല്ല, അത് സ്വാഭാവികമല്ല. വീഡിയോകൾക്ക് നിങ്ങളും കൂടുതൽ ആളുകൾ കാണുക നോക്കാതല്ല നോക്കുന്നത്. അത് നിങ്ങൾ തരുന്നത് അതൊരു സ്വാഭാവികമാണ്. സിനിമ എന്ന് പറഞ്ഞൊരു ആളുകളെ അട്രാക്ട് ചെയ്ത് എപ്പോഴും താരങ്ങൾ തന്നെയാണ്. സിനിമയ്ക്ക് എപ്പോഴും ഒരു താരപ്പൊലിമുണ്ട്. അപ്പൊ ആ തരത്തിൽ മാറി ചിന്തിക്കേണ്ടത് നിങ്ങൾ കൂടെ ചിന്തിച്ചാൽ നന്നായിരിക്കും. ജോമി ചേട്ടനോടാണ്. ഇപ്പൊ സിനിമയുടെ ലീഡ് റോൾ ചെയ്യുന്ന രണ്ടുപേരും ഇവിടെ കാണാനില്ല. ഇപ്പൊ പ്രശാന്ത് ആണെങ്കിലും നായികയാണെങ്കിലും ഇല്ല. എന്തുകൊണ്ടാണ്? അതെന്ന് വെച്ചാൽ പ്രശാന്ത് ഓൾറെഡി കുറേ സിനിമകളൊക്കെ വരുന്നുണ്ട്, എല്ലാവർക്കും അറിയാം, മീഡിയക്കാർക്കൊക്കെ അറിയാം. പ്രശാന്ത് ഇപ്പോൾ ഒരു ഷൂട്ടിങ്ങുമായിട്ട് വേറെ ലൊക്കേഷനിലാണ്. പിന്നെ നായിക ഡൽഹി ബേസ്ഡാണ്. പുള്ളിക്കാരെയും ജോലി ചെയ്യുന്നതുകൊണ്ട് പിന്നെ വേറെ 1-2 സിനിമ അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പ്രതീക്ഷിക്കുക അവർ സിനിമയുടെ റിലീസിൽ വെച്ചിരുന്ന കഴിഞ്ഞ മാസമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർ രണ്ടുപേരും നമ്മുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമ്മളൊപ്പം ഉണ്ടായിരുന്നു. നായിക ഡൽഹിയിൽ നിന്ന് ലീവ് എടുത്ത് വന്ന് 1 മാസത്തോളം നമ്മളൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ ചില കുറച്ച് നമ്മുടെ ഡിലേ വന്നപ്പോൾ ഡേറ്റ് മാറ്റിയപ്പോൾ അവർ തിരിച്ചു പോകേണ്ടി വന്നു. അപ്പം ഞാൻ ഉൾപ്പെടെ അയർലൻഡിൽ നിന്ന് അങ്ങനെ വന്നതായിരുന്നു. ഇപ്പൊ ഇന്നത്തെ ഡേറ്റ് തീരുമാനിച്ചപ്പോ സ്വഭാവമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടാവില്ലേ? നേരത്തെ പറഞ്ഞായിരുന്നു നമ്മൾ ഡേറ്റ് തീരുമാനിക്കുന്നതിന് ഒരു കുറച്ചേ ആയിട്ടുള്ളൂ. ഒത്തിരി അവർ ഞാൻ പറഞ്ഞു ഓൾറെഡി അവർ ആക്ടേഴ്സിനെ അറിയാമല്ലോ, അവർ ഓൾറെഡി ഒരാൾക്ക് കോൾ ഷീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റ് കഴിഞ്ഞ് അവർക്ക് വരാൻ പറ്റത്തില്ല. ലൊക്കേഷനൊക്കെ നോക്കിയിരിക്കും. ഓക്കെ, അപ്പോൾ ആ ലൊക്കേഷൻ അവർ ദൂരെയാണ് പ്രശാന്തിൻ്റെ ഇത്, അതുകൊണ്ടാണ് ഇവിടെ വരാൻ പറ്റാതിരിക്കുന്നത്. പിന്നെ നായിക ഡൽഹിയിലാണ്. അവർ ജോലിയൊക്കെ ആയിട്ട് അവർക്ക് ഇടയ്ക്ക് UK പോകേണ്ടി വരും. അപ്പം ഒരു പ്രൊഫഷണൽ ഒരു ആക്ട്രസ്സായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഉള്ള ജോലി കളഞ്ഞിട്ട് വരാൻ പറയാൻ നമുക്ക് അധികാരമൊന്നുമില്ലല്ലോ. അപ്പം അതുകൊണ്ട് അവർ നമ്മൾ പറഞ്ഞു ഡേറ്റിലുണ്ട്, നിങ്ങൾക്ക് വരാൻ പറ്റുന്നവർ മാക്സിമം വരാം. നമുക്ക് ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അവർക്ക്. കാരണം അവരൊരു ഇതൊരു പാഷൻ പിന്നെ പ്രൊഫഷൻ ആക്കുന്നുള്ളൂ അവർ. അല്ല പ്രശാന്തിന്റെ കാര്യമാണെങ്കിലും പ്രശാന്ത് പറഞ്ഞു വേറെ ലൊക്കേഷനിലാണ്. അപ്പം നമ്മളാണ് ഈ സിനിമയുടെ റിലീസിങ് പോലും നമ്മൾ കൺഫേം ഡേറ്റ് വരുന്നത്. ഈ നമ്മൾ തിയേറ്റേഴ്സ് ലിസ്റ്റ് ഇപ്പോൾ കിട്ടുന്നേ ഉള്ളൂ. നമ്മൾ February 6th നമ്മൾ വെച്ചു. അപ്പം ആ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഒരു കൺഫർമേഷൻ ഇല്ല. കാരണം നമുക്ക് ഓൾറെഡി അറിയാൻ പറ്റിയ ജനനായകൻ സിനിമയുടെ കൺഫ്യൂഷൻസ് ഒക്കെ വന്ന് പല സിനിമകളും അങ്ങോട്ടും ഇങ്ങോട്ട് മാറുമായിരുന്നു. അപ്പോൾ അതുപോലെ നമുക്ക് ഒരു കൺഫ്യൂഷൻ വന്നു. നമ്മൾ കൺഫേം ചെയ്യാനുള്ള കുറച്ച് ഡിലേ വന്നു. പക്ഷേ നമ്മൾ അവരോട് പറഞ്ഞായിരുന്നു. അന്ന് തന്നെ അവർ നമ്മളോട് പറയുകയും ചെയ്തു ഞങ്ങൾക്ക് ആ ഒരു സമയത്താണെങ്കിൽ ഒരു പക്ഷേ ബുദ്ധിമുട്ടായിരിക്കും, വേറെ ലൊക്കേഷനിലായിരിക്കും. അപ്പോൾ നമ്മളത് റെസ്പെക്ട് ചെയ്യണം. കാരണം കഴിഞ്ഞ മാസം അവർ നമ്മളോട് പല പ്രൊമോഷൻസിന് വന്നു. പിന്നെ നമ്മളൊരു ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്ത് വരുത്തുക എന്നുള്ളത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ ഒരു കാര്യം പറഞ്ഞ് അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത്, അവരുടെ ആ ഒരു അഭാവത്തെ. എനിക്ക് തോന്നുന്നു ഏകദേശം 6 മാസത്തോളം ഈ സിനിമ റിലീസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇത്ര ഡിലേ വരാൻ കാരണം? 6 മാസത്തോളമായിട്ടില്ല. കാരണം നമ്മൾ ഡിസംബറിലാണ് നമ്മൾ ആദ്യം അനൗൺസ് ചെയ്തത്. December 5th അനൗൺസ് ചെയ്യുന്നുള്ള രീതിയിൽ ഇപ്പം നോക്കിയാൽ അറിയാമല്ലോ. ഡിസംബർ തൊട്ട് ഈ ഒരു മാസം വരെ 6 മാസം ആയിട്ടില്ല. ഡിസംബർ ജനുവരി ഫെബ്രുവരി സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. അപ്പം 2 മാസം എന്ന് പറയാം, 2.5 മാസം എന്ന് പറയാം. നമ്മൾ അങ്ങനെ ജനുവരി എനിക്കൊന്ന് ഞാൻ നവംബറിലാണ് നാട്ടിൽ വരുന്നത്. അപ്പം നവംബർ 15 തൊട്ടാണ് ഞങ്ങൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പരിപാടി തുടങ്ങുന്നത്. എന്നിട്ട് 3 മാസം ഹാർഡ്ലി ആവുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞത് December 5 നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്തു. അപ്പോൾ നമ്മുടെ സിനിമയുടെ ഒപ്പം തന്നെ വേറെ പല സിനിമകളും December 5 ഫിക്സ് ചെയ്തായിരുന്നു. പക്ഷെ അത് പല കാരണങ്ങളായ പല സിനിമകളും മാറ്റേണ്ടി വന്നു, നമ്മുടെ മാറ്റേണ്ടി വന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് ഒരു ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ പറ്റുന്ന പോലെ മാക്സിമം നേരത്തെയാക്കി നമ്മളിപ്പോൾ February 6 ഡേറ്റ് ചൂസ് ചെയ്തു. 1 മാസം 1.5 മാസം ഗ്യാപ്പ് വന്നു, സ്വാഭാവികമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞ സപ്പോർട്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ മീഡിയയുടെ ഭാഗത്താണെങ്കിലും? അല്ല, മീഡിയയുടെ ഭാഗത്ത് പറഞ്ഞാൽ സുലേട്ടൻ പറഞ്ഞാൽ അത് മീഡിയക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പം ചേട്ടൻ പറഞ്ഞാൽ വലിയ സിനിമ ചെറിയ സിനിമ, ഇപ്പം ഇത് ചെറിയ സിനിമയാണ് മീഡിയക്കാർ കാണുന്നതെങ്ങനെ അറിയുന്നത്. നമ്മൾ ശരി കാസ്റ്റ് നോക്കുമ്പോൾ ചെറിയ സിനിമയായിരിക്കും, പക്ഷെ നമ്മൾ ഓരോ സിനിമ എടുക്കുന്നവർക്കുള്ള ഒരു എഫേർട്ടുണ്ട്, അത് അവരെ സംബന്ധിച്ച് വലുതായിരിക്കും. അപ്പം മീഡിയക്കാർ അവർക്ക് ഒരു പക്ഷേ മുമ്പോട്ട് ഈ സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ സപ്പോർട്ട് കൂടുതൽ കിട്ടുമായിരിക്കും. പിന്നെ ഇപ്പോൾ വന്ന എല്ലാവരും നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നു, നമ്മളെല്ലാവരും അറിയിച്ചായിരുന്നു, മീഡിയക്കാരെ നമ്മുടെ PR വഴി അറിയിച്ചായിരുന്നു.
പിന്നെ അതിനോടൊപ്പം തന്നെ വേറെ ചേട്ടൻ പറഞ്ഞ പോലെ വേറെ വലിയ സിനിമകൾ വേറെ ഉണ്ടല്ലോ. ഈ ആഴ്ച 9 സിനിമകൾ ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് റിലീസിങ്. അപ്പം മീഡിയക്കാരെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട, അവർക്ക് നിങ്ങൾ പല ഷോകൾ പോയിട്ടല്ലേ വരുന്നത്. അപ്പം അത് ബുദ്ധിമുട്ട് സ്വാഭാവികമാണ്, നമ്മൾ ഒരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം നിങ്ങൾ വന്നു നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യുന്ന സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. സോ ഇനി ആളുകൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു കേട്ടോ. എൻ്റെ ചോദ്യം പ്രദീപ് വള്ളത്തി ചേട്ടാ, വ്യത്യസ്തനായ ഒരു ബാലനെ എന്ന പാട്ട് പാടി മലയാളികളെ വിസ്മയിപ്പിച്ച ഒരു ഗായകനാണ്. വ്യത്യസ്ത സൗണ്ട്. കരുതൽ എന്ന സിനിമയിലേക്ക് താങ്കൾ എങ്ങനെയാണ് വന്നത്? കരുതൽ ജോബി വിളിച്ചിട്ട് വന്നോ? എന്താണ് ആകർഷിക്കാനുള്ള ഘടകം? അത് പിന്നെ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം സുനിലേട്ടൻ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയൊന്നുമല്ല ഈ സമയത്ത്. അപ്പോൾ ഞാൻ ഇന്ന പാട്ടേ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന പാട്ടുകൾ പാടുള്ളൂ, ഇന്ന സംവിധായകന്റെ പാട്ടുകൾ പാടുള്ളൂ പറയാൻ ഒരിക്കലും പറ്റില്ല. കാരണം പാട്ടുകാരുടെ ലഹളയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ മുതലാക്കുക. ജോബി വിളിച്ചു എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ഒരു പാട്ട് പാടി ചേട്ടൻ പാടിത്തരണം. അത് ഞാൻ ആദ്യം പാടിക്കൊടുത്തതിന് ശേഷം പിന്നെ ജോബി പറഞ്ഞു, ചേട്ടാ അത് നമ്മളത് ഡ്യൂറ്റ് സോങ് ആക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ചേട്ടന് പറ്റിയ ഒരു സിംഗറെ ചേട്ടൻ തന്നെ സെലക്ട് ചെയ്താൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ബിന്ദുജയെ, ശരിക്കും പറഞ്ഞാൽ ഇതൊരു നിമിത്തമാണ്, പലപ്പോഴും നമ്മൾ അതിന്റെ കാരണക്കാരനാവുന്നില്ല, നമ്മൾ നിമിത്തമാവുകയാണ് ഇവിടെ പലപ്പോഴും. അപ്പൊ അങ്ങനെ ബിന്ദുജയുടെ ശബ്ദം നല്ലതാണെന്ന് എനിക്ക് തോന്നിയുണ്ട്. ബിന്ദുജ സജസ്റ്റ് ചെയ്തു, അത് പക്ക നന്നായിരുന്നു. അപ്പൊ ഞാനിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ബിന്ദുജ പറഞ്ഞപ്പോഴും ഞാൻ ആലോചിച്ചു, ബിന്ദുജ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ചേട്ടൻ എന്നെ വിളിച്ചതെന്ന് പറഞ്ഞത്. അതൊന്നും അത്ര വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. കാരണം ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു സിനിമയിൽ പാടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറെ കാത്തിരുന്നിട്ടുണ്ട്. അപ്പോൾ കാത്തിരുന്ന അവസരങ്ങൾ, അപ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ നമ്മുടെ വഴിയിലേക്ക് നമ്മൾ ആഗ്രഹം ശക്തമാണെങ്കിൽ തീർച്ചയായിട്ടും അല്ല പൗലോ എന്ന് പറഞ്ഞാല്, അപ്പൊ അങ്ങനെ ആഗ്രഹം ശക്തമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ വന്നിരിക്കും എന്നുള്ള സത്യമാണ്. അപ്പൊ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ പാടുന്നതിന്റെ ആദ്യത്തെ നമ്മള് ജസൻ എന്റെ 10ാമത്തെ സിനിമയിൽ പാട്ടാണ്. ആദ്യമായിട്ട് പാടുന്നത് 2 വരിയാണ്. പുണ്യവാൻ സഹാക്കിനുണ്ടായി 2 മക്കൾ, തൊപ്പൻ മക്കൾ എന്ന സിനിമയിൽ 2 വരി പാടിയപ്പോൾ ആദ്യം എനിക്ക് സങ്കടമാണ് ഉണ്ടായത്. കാരണം എനിക്ക് 2 വരിയിലേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ 2 വരി മതിയായിരുന്നു, തുടക്കത്തിൽ അത് മതിയായിരുന്നു. അപ്പൊ ആ തുടക്കം ഉണ്ടായതുകൊണ്ട് പിന്നെ ഒരു തുടർച്ചയുണ്ടായി, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായി. ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞത് 134ാമത്തെ സിനിമയായിട്ടാണ് ജോബിയുടെ സിനിമ ഞാൻ പാടിയത്. ഇതെല്ലാം നേരത്തെ പറഞ്ഞത് നമ്മൾ വിചാരിക്കുന്നതല്ല, അത് നടന്നു പോകും. താങ്ക് യു. സംവിധായകൻ ജോബി ചേട്ടനാണ് അദ്ദേഹത്തെ സെലക്ട് ചെയ്യാനുള്ള താങ്കൾ സെലക്ട് ചെയ്തത് ഈ പ്രദീപ് ചേട്ടനെ. എന്താണ്, ഒരുപാട് ഗായകരുണ്ടല്ലോ, ഇദ്ദേഹം തന്നെ വേണമെന്ന് താങ്കൾ? ശരി, നമുക്ക് ഈ പ്രദീപ് വെള്ളൂർത്തി എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ അറിയണമെങ്കിൽ ഒറ്റപ്പാട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് വ്യത്യസ്തനാം ബാർബറ എന്നുള്ള പാട്ട്. അപ്പം നമ്മൾ ഓരോ പാട്ടുകൾക്കും പറ്റുന്ന ഒരു വോയിസ് ഉണ്ടല്ലോ. അപ്പം നമുക്ക് ചിലർക്ക് ഇപ്പം എസ് ജാനകി ആ ഒരു വോയിസിൽ എല്ലാവർക്കും പാടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എൻ്റെ കൺസെപ്റ്റിലുള്ള കഥയിലെ ആ ഒരു പാട്ടിനകത്ത് വേണ്ട ഒരു വോയിസ് എനിക്ക് തോന്നിയത്, എൻ്റെ മനസ്സിൽ ആദ്യം വന്നതിന് പ്രതിവേട്ടനെ, വേറെ ആരും വന്നിട്ടില്ലായിരുന്നു. അപ്പം ആ ഒരു വോയിസ് തോന്നിയൊരു ജാസി ഗിഫ്റ്റിന് വന്നായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ നോക്കിയപ്പം എനിക്ക് കുറച്ചും കൂടെ തോന്നിയത് ജാസി ഗിഫ്റ്റ് എല്ലാം നോക്കി എനിക്ക് ആക്സസ് എളുപ്പം. പെട്ടെന്ന് ആദ്യം കോൺടാക്ട് ചെയ്തത് പ്രതിവേട്ടനാണ്, അല്ലെങ്കിൽ അടുത്തൊരു ഓപ്ഷനായിട്ട് അങ്ങനെ നമ്മൾ നോക്കിയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ പ്രതിവേട്ടനോട് ചോദിച്ചു, പ്രതിവേട്ടൻ എനിക്ക് ആ 2 പേരുള്ളൂ, എനിക്ക് ആ ഒരു പാട്ടിന് ആപ്റ്റായിട്ട് എനിക്ക് തോന്നി. എനിക്ക് എന്ത് തെറ്റാമെന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് തോന്നിയതാണ്. അങ്ങനെ ചോദിച്ചാൽ ആദ്യം തന്നെ താങ്കൾക്ക് അദ്ദേഹം പാടി കഴിഞ്ഞപ്പോൾ സംതൃപ്തി? 100% സന്തോഷമായിരുന്നു. കാരണം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഒന്ന് പാടി, പിന്നെ ചേട്ടാ ഒന്നുകൂടെ നമുക്ക് ഡ്യൂറ്റോടെ ആക്കി ഒന്ന് പഠിച്ചു നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയാകും. അങ്ങനെ ചേട്ടനെ പറഞ്ഞു കുറച്ചും കൂടെ ബെറ്റർ ആക്കാമല്ലോ എന്ന്. അല്ലെങ്കിൽ നമ്മൾ പിന്നെ പാടിക്കത്തില്ലല്ലോ, നമ്മൾ വേറെ എന്തെങ്കിലും കാരണം ഒഴിവാക്കത്തില്ലല്ലോ. പക്ഷെ ആ പാട്ട് കേൾക്കുന്നവർക്ക് നമ്മുടെ ഡ്രീംസ് ഓൺ സ്ക്രീൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ട്. നല്ലൊരു പാട്ടായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 100% ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ആ പാട്ട് മാത്രം പാടിയാൽ മതിയോ? അതെ, ഇപ്പൊ പാടിയ പാട്ട് മതി. ഏത് പാട്ടാണ്? സന്തോഷം ആ പാട്ട് പാടുന്നത് കൂടി സന്തോഷിപ്പിക്കുന്ന ഒരു പാട്ടായിരുന്നു. കള്ളത്തരം പറഞ്ഞെന്നോടാട് കേട്ട കത്തെഴുതി കടലാസ് കളയേണ്ട
നടക്കേണ്ട കള്ളച്ചിരി ചിരിച്ചെന്നെ മയക്കേണ്ട കള്ളത്തരം പറഞ്ഞെന്നോടടുക്കേണ്ട കത്തെഴുതി കടലാസ് കളയേണ്ട പൊടി മീശ കറുപ്പിച്ചു നടക്കേണ്ട എലിവാല് പോലൊരു മുടിയുണ്ട് എലിവാണം പോലൊരു പോക്കുണ്ട് ആ പോക്കിനെന്തൊരു ഗമയാണോ ആ പോക്കിനെന്തൊരു ഗമയാണോ കള്ളച്ചിരി ചിരിച്ചെന്നെ മയക്കിയില്ലേ അതേപോലെ സ്പീച്ച് വന്നത് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് ആണ് പറഞ്ഞത് ഈ മൂവി. ഇതിനു മുമ്പ് നമ്മൾ ഈ സെയിം പാറ്റേൺ കണ്ടിട്ടുണ്ട്. നമ്മൾ സെയിം സ്റ്റോറി അല്ല, സെയിം പാറ്റേൺ ഓഫ് മൂവീസ്. അതുകൊണ്ട് സാമ്യമുണ്ടോ? പിന്നെ സാമ്യം ഉണ്ടെങ്കിൽ ഇതിനെ ബാധിക്കുമോ? ഇല്ല ചേട്ടാ, ഞാൻ പറഞ്ഞു ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മൾ എല്ലാ സിനിമകളും നമ്മൾ കാണത്തില്ലല്ലോ. ഞാൻ കണ്ടത് വെച്ച് സിനിമകളിൽ ഇതുപോലത്തെ ഇല്ല അങ്ങനത്തെ ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, എൻ്റെ അറിവില്ല. എനിക്ക് കണ്ട നമ്മൾ ഈ ലോകത്തിറങ്ങുന്ന എല്ലാ സിനിമയും നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ കണ്ട സിനിമകളിൽ വെച്ച് ഈ ഒരു പാട്ട് ഞാൻ കണ്ടിട്ടില്ല, ഈ ഒരു സാധനം കണ്ടിട്ടില്ല. ഇത് എൻ്റെ നാട്ടിൽ നടന്നൊരു സംഭവമാണ്, എൻ്റെ സ്വന്തം നാട്ടിൽ നടന്ന സംഭവം. പക്ഷെ അത് പല നാടുകളിലും പല സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുമുണ്ട്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള ഒരു തീമായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് ഈ തീം ഞാൻ ഇതിനുമ്പ് സെയിം ന്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഡോളർ ഡോളർ പഴയ മൂവിയാണ് ഡോളർ. പിന്നെ മനസ്സിലാക്കി ഏകദേശം സെയിം സെയിം പാറ്റേൺ സിനിമ അല്ല സിനിമ കണ്ടതിന് മുമ്പ് ഇത് കരുതൽ കണ്ടോ? ഇല്ല, ഈ പേരൻസ് പുറത്തായിട്ടുള്ള ചേട്ടാ നമ്മൾ ഒരേ പാറ്റേൺ പല സിനിമകളുണ്ട്, അതിന് കണ്ടന്റ് പല വ്യത്യാസമാണ്. ഇപ്പൊ നമ്മൾ സിനിമ നോക്കുകയാണെങ്കിൽ പ്രണയം റിലേറ്റഡ് പല സിനിമകളുണ്ട്. അതെല്ലാം പ്രണയം സിനിമ അല്ല കോമഡി സിനിമ പറയാറില്ലേ, എല്ലാം ഒരേ കോമഡി അല്ലല്ലോ, പല പല കോമഡി അല്ലേ കാണുന്നത്. അപ്പൊ അതിൽ ആ വ്യത്യസ്തത നമ്മൾ കാണുന്ന വ്യക്തികൾക്ക് അറിയാമല്ലോ, അതേ ഉള്ളൂ. പിന്നെ സിക്സ്ത്തിൽ കുറെ കേസ് ഉണ്ട്, ജയറാമിന്റെ ആശങ്കയിലുണ്ട്, പിന്നെ അവരുടെ അനുമതിയുണ്ട്, അങ്ങനെ കുറെ പല കേസ് ഉണ്ട്. അപ്പം അതിൻ്റെ ക്ലാഷ് വെക്കുമ്പോൾ കളക്ഷൻ ബാധിക്കും. നമ്മൾ ഒരു കളക്ഷൻ അങ്ങനെ നമ്മൾ നോക്കുന്നു, അങ്ങനെ സൂപ്പർ സ്റ്റാറുകൾ വെക്കുമ്പോൾ ഒരു ക്ലാഷ് വെക്കുന്നു അല്ലേ, സൂപ്പർ സ്റ്റാർ അങ്ങനെ നമ്മൾ നോക്കുന്നില്ല ഇവിടെ. ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ തന്നെ പറയാം. കാരണം എനിക്ക് ഉത്തരം പറയാനായിട്ട് മുട്ടിരിക്കാൻ പറയാൻ നേരം. ഞാൻ ആദ്യം പറഞ്ഞു, ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ മാത്രമല്ല, അമേരിക്കയിലും അയർലൻഡിലും കൂടിയാണ്. നമ്മൾ സാധാരണ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ പാട്ട് സീൻ മാത്രം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് വിദേശ രാജ്യങ്ങളിൽ പോകാറുള്ളത്. ഈ സിനിമയുടെ മെയിനായിട്ടുള്ള കണ്ടന്റുകൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് അയർലൻഡിലുണ്ട്, അമേരിക്കയിലുണ്ട്, ഈ കേരളത്തിലുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങളോടൊപ്പം സുരേഷ് സാർ വന്നിരിക്കുന്നു. എനിക്ക് വളരെ ബഹുമാനം തോന്നുന്നു അദ്ദേഹത്തോട്. കാരണം ഞാൻ നേരത്തെ 2 സിനിമകളുടെ നിർമ്മാതാവും കൂടിയാണ്. അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ശരിക്കും അറിയാവുന്ന ഒരാളും കൂടിയാണ്. അതുകൊണ്ട് അത് ഞങ്ങൾ ഈ പ്രൊമോഷന് വേണ്ടി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നു എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യം. കാരണം നമ്മൾ ആരും സിനിമാനടനായിട്ടും സിനിമാ നടിയായിട്ടും അല്ല ജനിച്ചു വീഴുന്നത്. ഒരുപാട് അവസരങ്ങൾ തന്നെ, പക്ഷെ അവനവൻ കടന്നു വന്ന വഴികൾ മറക്കാതെ മുന്നോട്ട് പോകുന്നവൻ ആരാണോ അവൻ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. പിന്നെ ഇത് ചെറിയ സിനിമ ആരും പറഞ്ഞു, ഇതൊരു വലിയ സിനിമയാണ് അല്ലേ. ആ പ്രൊമോഷൻ ആ ടീസർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അതൊരു വലിയ സിനിമ തന്നെയാണ്. ഇത് ആർട്ടിസ്റ്റുകളുടെ അവരുടെ എന്താ പറയുക, അവരുടെ ഇതിലല്ല ഒരു സിനിമ ബേസ് ചെയ്തിരിക്കുന്നത്. ആ ആർട്ടിസ്റ്റ് കോഴ്സ് ഒന്ന് കുറച്ച് നോക്കി ഒരു സിനിമ നിർമ്മിക്കാനായിട്ട് സാധിക്കും. ഈ സിനിമ എന്ന് പറയുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളുടെ അക്ഷീണ പരിശ്രമം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും, പ്രത്യേകിച്ച് ജോമിയെ പറയാതിരിക്കില്ല. ജോമിയ മാത്രമല്ല, എൻ്റെ കണ്ണുകൊണ്ടിരിക്കുന്ന സ്റ്റീഫൻ ചെട്ടിക്കൻ, ഇവർ രണ്ടുപേരും, പ്രത്യേകിച്ച് ജോമിയുടെ അഭാവത്തിൽ സ്റ്റീഫന്റെ വളരെയധികം, സ്റ്റീഫൻ ഇങ്ങോട്ട് വന്ന ആളാണ്, അല്ല സ്റ്റീഫന്റെ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇത്രയും അധികം 35 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള സാബു ജെയിംസ് ആണ് ഇവരുടെ ഒപ്പം നിന്നുകൊണ്ട് ഈ സിനിമ ചെയ്തു എന്ന് പറയുന്നതിനാണ് ഇതിന്റെ വിജയം. നാളെ ഇതിന്റെ കളക്ഷൻ വലിയ ഗ്രോസ് കളക്ഷൻ 100 കോടി ഞങ്ങൾ ക്ലബിലേക്ക് കയറി എന്നൊക്കെ പറയാൻ മാത്രം ചിലപ്പോൾ ആയില്ലെങ്കിലും എനിക്കറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്.
പക്ഷേ നമ്മൾ ഈ സ്പോർട്സ് ഒളിമ്പിക്സ് ഒക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ കൊച്ചു രാജ്യമായ ആഫ്രിക്കയിലെ ഏതെങ്കിലും രാജ്യത്തു നിന്നുള്ള കറുത്തുമുത്തുന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന ആളുകളെ അവസാന ലാപ്പിൽ കുതിച്ചു കയറി വിജയം വന്ന് സ്വർണം നേടിയത് നമ്മൾ കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ 9,000 പണം വന്നാലും ഈ കരുതൽ എന്ന സിനിമ ചരിത്ര വിജയം നേടുന്നതായിട്ട് ഒരു സംശയവുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ സംഭവിച്ചില്ലെപ്പോഴും ഞങ്ങൾക്ക് വലിയ സങ്കടമൊന്നുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഇത് ജനങ്ങളിലേക്ക് സിനിമ എത്തുമെന്നും ഇത് ജനങ്ങൾ സ്വീകരിക്കുമെന്നും ഉത്തമമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മീഡിയക്കാരോട്, ഇന്നിവിടെ വന്ന മീഡിയക്കാരോട്, ഇന്ന് വരാൻ സാധിക്കാത്തവരുണ്ടല്ലോ, നാളെ ഞങ്ങളെ തേടി എത്തും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പാണ്. അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസം, ബി പോസിറ്റീവ്, അതാണ് ഈ കരുതൽ എന്ന സിനിമയുടെ കാതൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. കുറെ ഫിലിംസ് തിയേറ്ററിൽ ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യാറ്. ഇതുപോലത്തെ ഫ്ലാഷ് ലിസ്റ്റ് വരുമ്പോൾ അപ്പം അതുകൊണ്ടാണ് ചോദിച്ചത്. ഫ്ലാഷ് ലിസ്റ്റ് നമുക്കൊരു ഐഡിയ ഉണ്ട്, ഇത്ര സെന്റർ മതി എന്നുള്ള ഐഡിയ നമുക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞെടുത്ത് ഞങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒത്തിരിയേറെ സിനിമകൾ ഷൂട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നതിന് ഒരു വിജയമായിട്ട് ഞങ്ങൾ കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ച്. പിന്നെ സെന്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യമേ ധാരണയാണ് ഇത്ര സെന്ററുകൾ മതി. പിന്നെ ചേട്ടായി പറഞ്ഞ പോലെ തന്നെ ആ ഒരു വിശ്വാസമുണ്ട്, പടം ഇറങ്ങിയിട്ട് നമുക്ക് സെന്ററുകൾ കൂടാനുള്ള സാധ്യതകളുണ്ടല്ലോ. അപ്പം നമ്മൾ അതിൽ നോക്കുന്നു, എന്നാ പറയണേ, ഇത് ഇത്രയും 10 സിനിമകളോടൊപ്പം ഇറങ്ങുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിൻ്റെ പ്രേക്ഷകരുടെ ഒരു ഇതുണ്ടല്ലോ, അവരുടെ ഒരു അക്സെപ്റ്റൻസ്, അത് പടം ഇറങ്ങിക്കഴിഞ്ഞ് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇത് ചെറിയ സിനിമയാണ് ഇപ്പോഴും എല്ലാവരും വിലയിരുത്തുന്നുണ്ട്. അത് എന്നാ പറയുക, ഈ ആർട്ടിസ്റ്റുകളുടെ വാല്യൂ ഒന്ന് മാറ്റി വെക്കുവാണെങ്കിൽ എല്ലാ സിനിമകളും ചെറിയ സിനിമകളാണ്. ചെറുതും വലുതുമായിട്ടുള്ള സിനിമ അങ്ങനെ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. ആർട്ടിസ്റ്റുകളുടെ ഒരു വാല്യൂവിലാണ് പടം വലുതോ ചെറുതോന്നിരിക്കുന്നത്. പക്ഷെ എത്രയോ വലിയ സിനിമകൾ പൊടിഞ്ഞു പോകുന്നുണ്ട്, എത്ര ചെറിയ സിനിമകൾ കയറി വരുന്നുണ്ട്. നമ്മൾ പോസിറ്റീവായിട്ട് കാണും. നമ്മളെങ്ങനെ പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞു, എൻ്റെ ആദ്യത്തെ സിനിമയാണ്. അപ്പം ഞാൻ ഒരു സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ പോലും ആകാതെ, ഒന്നും ഇതിനെക്കുറിച്ച് പഠിക്കാതെ, കുറച്ച് ഷോർട്ട് ഫിലിംസ് എടുത്ത് ഒരു ഐഡിയ വെച്ച് ഞങ്ങളുടെ ടീമിൻ്റെ ഒരു പിൻബലത്തിൽ ചെയ്ത സിനിമയാണ്. തിയേറ്ററിൽ 3 രാജ്യങ്ങൾ ഞങ്ങൾ ചെയ്തു. 3 രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്ത് നമ്മൾ ജനങ്ങളുടെ മുമ്പിലേക്ക് ഫെബ്രുവരി 6 എത്തിക്കുവാണ്. അപ്പം അതൊരു വലിയൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത്. അത് തന്നെ തിയേറ്ററിൽ എത്തുമ്പോൾ അത് വലിയൊരു വിഷയമാണ് എന്നെ സംബന്ധിച്ച് ആസ് എ ഡയറക്ടർ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒറ്റ കാര്യമാണ് പറയേണ്ടത്. ഇപ്പം 35 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സാബു ജെയിംസ് സാർ ഈ സിനിമയിൽ, ഇപ്പം ചെറിയ സിനിമയെന്ന് വിശേഷിപ്പിക്കുന്ന ഈ സിനിമയിൽ സ്ക്രിപ്റ്റും DOP ഡയലോഗും ചെയ്യണമെങ്കിൽ സാർ ചുമ്മാ ചെയ്യത്തില്ലല്ലോ, അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി. പിന്നെ സുനിലേട്ടനെ പോലുള്ള ആക്ടേഴ്സ്, കോട്ടയം രമേശ്, പ്രശാന്ത് മുരളി, അവരൊക്കെ ഈ സിനിമ ചെറിയ സിനിമ, അത്രയ്ക്ക് ചെറിയ സിനിമയാണെന്ന് കരുതി അവർ നമുക്ക് കൈ തന്ന് കൂടെ നിൽക്കത്തില്ലല്ലോ. അപ്പം ആ ഒരു ചെറുതോ വലുതെന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ഇപ്പോൾ എല്ലാവരും ഒന്നും മാറ്റണമെന്നും കൂടി ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. ഏത് സിനിമ ഇത് മാത്രമല്ല കേട്ടോ, ഒത്തിരി സിനിമകളുണ്ട്, അതെല്ലാം ചെറുതും വലുതെന്നുള്ള കൺസെപ്റ്റ് വെച്ച് തന്നെയാണ് പലതും മാറിപ്പോകുന്നത്. ആ ചിന്താഗതി മാറ്റിയാൽ തന്നെ നമുക്ക് പല സിനിമകൾ വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും. അത് ഒത്തിരി ആളുകളുടെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമാണ്. അപ്പം അത് എല്ലാവരും ഒന്ന് തിരിച്ചറിയണം എന്നുള്ള അപേക്ഷ കൂടി ഞങ്ങൾക്കുണ്ട്. എൻ്റെ ക്വസ്റ്റ്യൻ ആദർശനോടാണ്. ഹായ്. സോ നേരത്തെ പാടിയ പാട്ടില് ആദർശിന്റെ വൈഫും കൂടെ അഭിനയിച്ചിട്ട് ഒരു സോങ് കണ്ടായിരുന്നു. അപ്പോൾ ഇൻഫ്ലുവൻസർ ആണ്, സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് വന്ന ആളാണ്. അപ്പോൾ ബിഗ് സ്ക്രീനിൽ വന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് ശരിക്കും എൻ്റെ കരുതൽ 4ാമത്തെ സിനിമ. ഞാൻ ആദ്യം ചെയ്ത തമിഴിലെ രചന എന്ന് പറയുന്ന പടമാണ്. ശരിക്കും റീൽസിൽ വരുന്നതിന് മുന്നേ ആദ്യം ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു ത്രൂ ഔട്ട് ഒരു പാട്ടിൽ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. 2 ആ വീഡിയോ ഇല്ലെങ്കിൽ ആ ഒരു പാട്ട് ഫുള്ള് ചെയ്തത് സ്വന്തം ഭാര്യയോടാണെന്ന് അറിയുമ്പോൾ കുറച്ചുകൂടെ സന്തോഷം. കാരണം അത്രയും വിവാദം കഴിയും. എന്നിട്ടാലും ഭയങ്കര എന്താ പറയുക, എനിക്ക് ആദ്യമായിട്ട് സിനിമയിൽ ഒരു ത്രൂ ഔട്ട് പാട്ട് കിട്ടിയിട്ട് അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. കാരണം സ്വന്തം ഭാര്യയോട് ഇമോഷണൽ രസമാണ്, ആ ഒരു ഫീലോടെ ചെയ്യാൻ പറ്റി. അതിന് ഭയങ്കര സന്തോഷമാണ്. പിന്നെ കല്യാണത്തിന് മുമ്പ് എടുത്തായിരുന്നു. കല്യാണത്തിന് ഒരു 3 മാസം മുമ്പായിരുന്നു ഇതിന്റെ ഷൂട്ട്. അപ്പം ശരിക്കും റീലല്ല സിനിമ എന്നുള്ളത് പഠിക്കാൻ പറ്റിയത് ഇങ്ങനെയുള്ള കാര്യത്തിലാണ്. കാരണം റീലെന്ന് വെച്ചാൽ ഞാൻ വൈഫ് ഞങ്ങളോട് വേറൊരു കുട്ടിയുണ്ട്, ഞങ്ങൾ 3 പേരും ക്യാമറ മാറി നിൽക്കണം. പക്ഷെ ഇതിന് തൊട്ടപ്പുറത്ത് ഒരുപാട് നിന്ന് ചെയ്യുമ്പോൾ ടെൻഷനുണ്ട്. ഉറപ്പായിട്ട് എൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ആ ടെൻഷനൊക്കെ അതിജീവിച്ച് ഇത്രയും നല്ല എന്താ പ്രദീപ് സാറിന്റെ ശബ്ദത്തിന് ഞാൻ അഭിനയിച്ചു, ചേച്ചിയുടെ സൗണ്ടിൽ എൻ്റെ വൈഫ് അഭിനയിച്ചു. അതിൽ തന്നെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ ഒരു സിനിമയിൽ ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം
വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ആളാണ്. സുനിൽ സാറായിരുന്നാലും സാറിനെയൊക്കെ നേരിട്ട് കണ്ടപ്പോഴേ ഞാൻ വന്ന് കുറേ നേരം സാറിന്റെ മുഖത്തേക്ക് നോക്കിയിട്ടുണ്ട്. ഈ കണ്ടിട്ടുള്ള സാറാണെന്ന് വെച്ചാൽ അത്രയും ഇത്രയും വലിയൊരു ഗ്രൂപ്പിന്റെ കൂടെ പിന്നെ പ്രതീക്ഷയുടെ കൂടെ ഇത്രയും വലിയ ടീമിന്റെ കൂടെ ചെയ്തപ്പോൾ ഒരു സന്തോഷം. ഇനി അപ്കമിങ് പ്രോജക്ട്സ് ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാസം എനിക്ക് 2 സിനിമ റിലീസാണോ. ഒന്ന് കരുതൽ, 2 തനിനിറം. ഈ തനിനിറം എന്ന് പറഞ്ഞാൽ അനൂപ് മേനോൻ സാറിന്റെ സിനിമ. അത് 13-ാം തീയതിയാണ്. ഇത് 6-ാം തീയതി, 13-ാം തീയതി. സോ ആ 2 സിനിമയും റിലീസാവുന്നതിന്റെ സന്തോഷമുണ്ട്. അതിലും സന്തോഷം, ഇതിലും സന്തോഷം. കണ്ടുപിടിക്കില്ല, കണ്ടതാണ് ബിന്ദുജയെ. അത് നിങ്ങൾക്ക് വേണ്ടി പ്രസന്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് പൂർണ്ണമായില്ലെന്ന് തോന്നുന്നു. ബിന്ദുജ പ്ലീസ്. ബിന്ദുജ സോറി. സാറ് പറഞ്ഞത് നാദസ്വരത്തിന്റെ കാര്യമുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഗായികമാരുടെ ശബ്ദം അനുകരിച്ചാണ് നമ്മുടെ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് വന്നത് കേട്ടോ. അപ്പം അതിൽ ഒരു 35 സിംഗേഴ്സിന്റെ വോയിസ് ട്രീറ്റ് ചെയ്ത് ഫ്ലവേഴ്സിന്റെ തന്നെ ഗിന്നസ് വേൾഡിന്റെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചു. അപ്പം അതിൽ എനിക്ക് ഭയങ്കര ശ്രദ്ധ കിട്ടിയ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നാദസ്വരം. ഇപ്പോഴത്തെ കാലത്ത് മ്യൂസിക് അല്ലെങ്കിൽ സോങ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കരുതൽ എന്ന് പറയുന്ന മൂവിയിൽ സോങ്സിന് ഇമ്പോർട്ടൻറ്റും അത് എങ്ങനെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനെ പറ്റിയിട്ട് പറയാമോ? ഇതില് 4 ഗാനങ്ങളുണ്ട്. അതില് ആക്ച്വലി 2 ഗാനമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം വേറെ ഒരു റാപ്പ് ടൈപ്പ് മ്യൂസിക് ഉണ്ട്. അത് ഇപ്പോൾ തലമുറയ്ക്ക് അത് വളരെ താല്പര്യപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഈ ഒരു ഫോക്ക് അതും എല്ലാവർക്കും ഇഷ്ടപ്പെടണം. പിന്നെ ഒരു ഫോക്ക് ടൈപ്പ് തന്നെയാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റസീദ ചാലക്കുടി ആ ഒരു ഗായിക പാടിയിട്ടുള്ള. പിന്നെ അതിൻ്റെ ഒരു തീം ഉൾക്കൊള്ളുന്നൊരു പാട്ട് ഓർക്കസ്ട്രാണ് പാടിയിരിക്കുന്നത്. അത് മെലഡി. അതിൻ്റെ ആ പാട്ട് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് തുറന്നു പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ തലമുറക്ക് ആ പാട്ട് ആഗ്രഹിക്കണമെന്ന് ഇല്ല. കാരണം അവർക്ക് അവരുടെ ടൈപ്പല്ല. ഇപ്പോഴത്തെ ഒരു നഴ്സറി റൈമൊന്നും അറിയാൻ പറ്റും. അതാണ് ഇപ്പോഴത്തെ പാട്ടുകൾ. ആക്ച്വലി ഒന്നുമില്ല, ഇങ്ങനെയൊക്കെ പോകുന്ന തരം പാട്ടും വെയിറ്റുമാണ് ഇപ്പോഴത്തെ രീതികൾ. കുറ്റം പറയാൻ പറ്റില്ല. കാര്യം എൻ്റെ മോൻ തന്നെ ഞാൻ ഉണ്ടാക്കുന്ന പാട്ടും അപ്പൻ്റെ പാട്ടെന്നാണ് കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോഴത്തെ തലമുറ അങ്ങനെയാണ്. പക്ഷേ ഈ പറയുന്ന എൻ്റെ ഒരു കാലഘട്ടത്തിലെ ആൾക്കാർ പലരും നല്ല മ്യൂസീഷ്യൻസ്, അവരുടെ അഭിപ്രായം ഒരു നല്ല മെലഡി പാടി, നല്ല മെലഡി, നല്ലൊരു അഭിപ്രായമൊക്കെ പറഞ്ഞു. അതിന് താല്പര്യപ്പെട്ടുകൊണ്ട് വളരെ അഭിനന്ദിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഇപ്പോഴത്തെ കാല കുട്ടികൾക്ക് അത് അത്ര താല്പര്യം വരണമെന്നില്ല. നേരത്തെ വിജയം തന്നെയാണെന്ന് ഞാൻ പറയുന്നു, വിശ്വസിക്കുന്നത്. ഹലോ ഷൈജനാണ്.
അപ്പോൾ ഈ സിനിമയുടെ ലിറിസിസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ മുൻകാലങ്ങളിലുള്ള സിനിമകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ സിനിമകളിലും പല ലിറിസിസ്റ്റുകളായിരിക്കും. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങുന്ന സിനിമ നോക്കുകയാണെങ്കിൽ അധികം ലിറിസിസ്റ്റുകളുടെ പേര് മാറി വരുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഇപ്പോൾ എത്രത്തോളം പുതിയ ലിറിസിസ്റ്റുകൾക്ക് പ്രാധാന്യമാണ് ഈ സിനിമയിലെ പാട്ട് എഴുതിയപ്പോൾ എങ്ങനെയായിരുന്നു ഒരു എക്സ്പീരിയൻസ് പറയാം? തീർച്ചയായും ജോബിയുടെ പ്രത്യേകം നന്ദിയുണ്ട്. കാരണം പുതിയ ആളുകൾക്ക് അവസരം കൊടുത്തു എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. പക്ഷെ ഇപ്പൊ സിനിമയിൽ എനിക്ക് തോന്നുന്നു പുതിയ പല ഗാനരചയിതാക്കളും കടന്നു വരുന്നുണ്ട്. മുൻകാലങ്ങളിൽ കുത്തകയായി വെച്ചിരുന്ന ഈ മേഖലയിലേക്ക് ഒത്തിരി പുതിയ ആളുകൾ കടന്നു വരുന്നുണ്ട്. അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് എനിക്കും ഈ സിനിമയിൽ 2 പാട്ടുകളുടെ അവസരം കിട്ടിയത്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അത് ഒന്നൊരു ജോൺസൺ പറഞ്ഞ ഒരു ഇൻട്രൊഡക്ഷൻ സോങ് ആണ്. പ്രസിദ്ധ ചലകുരുപ്പ്. അത് കോട്ടയത്തെ കുറിച്ചുള്ള, കോട്ടയത്തിന്റെ ഗ്രാമഭംഗിയും കോട്ടയം ആ ജില്ലയെ കുറിച്ചുള്ള ഒരു പാട്ടാണ്. രണ്ടാമത്തെ പാട്ട് ഒരു മെലഡിയാണ്. കെസ്റ്റർ പാടിയിട്ടുണ്ട്. അവിടെ ഫീലിൽ കെസ്റ്റർ പാടിയൊരു പാട്ട്. അത് കേട്ടിട്ട് ഒത്തിരി പേര് വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. ജോൺസൺ പറഞ്ഞ പോലെ പുതുതലമുറയേക്കാൾ ഉപരി ഒരു മിഡിൽ ആളുകൾ ഒത്തിരി പേര് വിളിച്ചിട്ട് നല്ലതാണ്, നല്ല ഫീലുള്ള പാട്ടാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കണക്റ്റഡ് ആണെന്ന് പറയാമോ? തീർച്ചയായിട്ടും. നമ്മൾ ആദ്യം പറഞ്ഞ തന്നെ പ്രവാസ ജീവിതത്തിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അത് മോസ്റ്റ് ഓഫ് എനിക്ക് തോന്നുന്ന എല്ലാ ആളുകളിലും ഉണ്ട്. മിക്കവാറും പ്രവാസികളായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഞാൻ ഗൾഫിലുണ്ടായിരുന്ന ഒരാളാണ്. നമ്മുടെ ഈ പകൽ മുഴുവൻ കഷ്ടപ്പെട്ട് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് മിക്കവാറും സമയം ചിന്തിക്കുന്നത് നാടിനെ കുറിച്ചാണ്. നാട്ടിലുള്ളവർ ജീവിച്ച കാലഘട്ടം. ഇപ്പോഴും ഞാനൊരു ചെറിയ കവിതയൊക്കെ അല്ലെങ്കിൽ നല്ല മൂഡ് വന്നാൽ പാടുന്നവരാണ്. അപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരുന്നത്, അറിയാതെ പോലും വരുന്നത് എപ്പോഴും ഈ നമ്മുടെ ബാല്യകാലവും ആ കൗമാരകാലവും ആ നാടും ആ ഒരു ഓർമ്മകളുമാണ്. അപ്പോൾ നമ്മളെ വളർത്തിയ മാതാപിതാക്കളെ വിട്ടിട്ടാണ് നമ്മൾ വിദേശ ജോലിക്കായിട്ട് പലപ്പോഴും പോകുന്നത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പിന്നെ അമേരിക്കൻ ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എപ്പോഴും ആകെ തിരക്ക് തന്നെയാണ്. കാരണം ജോലി കഴിഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങൾ അങ്ങനെ തിരക്കിരിക്കുമ്പോൾ എപ്പോഴും ചിലപ്പോഴും നമുക്ക് ചിലപ്പം ഇപ്പം നമുക്ക് ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാലത്തായതുകൊണ്ട് നമുക്കും വീഡിയോ കോളൊക്കെ ചെയ്യുന്നു, നമ്മൾ നമ്മുടെ പാരൻസിനെ കാണുന്നു ഒക്കെ ചെയ്യുന്നു. പക്ഷെ ഈ കരുതുന്ന സിനിമ, ഇതിന്റെ കഥ എന്ന് പറയുന്നത് ഇത്രയധികം ആളുകളിലേക്ക് എത്തുമെന്ന് ഞാനിത്ര ഉറപ്പിച്ച് പറയാൻ കാരണം ഓരോ മനുഷ്യന്റെ ഉള്ളിലും അവർ കാണാൻ, അല്ലെങ്കിൽ അവർ ഒരുപക്ഷെ ശ്രദ്ധിക്കാതെ പോയ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടിയിരുന്ന കാര്യങ്ങളാണ് ഈ സിനിമ പറഞ്ഞു വരുന്നത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഞാൻ സൂചിപ്പിച്ച പോലെ ഈ കരുതലില്ലായ്മയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു ശാപമായിട്ട് തന്നെ നമ്മൾ കാണുന്നു. അപ്പോൾ പ്രവാസികളായിട്ടുള്ള ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓർമ്മകൾ അയവിറക്കുന്ന അല്ലെങ്കിൽ ഓർമ്മകളിലേക്ക് സഞ്ചരിക്കുന്ന നൊസ്റ്റാൾജിക് ഫീലിങ്സ് തരുന്ന ഒരു സിനിമയാണ് കരുതൽ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വളരെയേറെ സ്വപ്നങ്ങളും അതിലേറെ പ്രതീക്ഷകളുമായി അപരപാടികളുടെ അനന്ത സാധ്യതകൾ തേടി ജോമി ജോസ് കൈപ്പറയിട്ട് നയിക്കുന്ന ഈ ടീമിന്റെ കരുതൽ വൻ വിജയത്തിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ സിനിമയുടെ ക്യാരക്ടറിനെ പറ്റിയിട്ടൊന്ന് പറയാമോ? ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അമ്മവേഷമാണ്. പിന്നെ ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇവരെല്ലാരും പറയുകയുണ്ടായി കരുതൽ എന്ന് പറയുമ്പോൾ അമ്മ മകനുമായിട്ടുള്ള കരുതല്, മകൻ അമ്മയോടുള്ള കരുതല്, ലവേഴ്സ് തമ്മിലുള്ള കരുതല്, ഫ്രണ്ട്സ് തമ്മിലുള്ള കരുതല്, അങ്ങനെ എല്ലാവരുടെയും ഒരു കരുതൽ തന്നെയാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് വന്ന പുതുമുഖങ്ങൾ, അവർക്ക് ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി തന്ന, ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഇങ്ങനെ ഒരു ബിഗ് സ്ക്രീനിൽ എത്തിപ്പെടുവാൻ പെട്ടത് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെ. റോബിൻ ചേട്ടാ, ഈ സിനിമയെ പറ്റി സിനിമയിൽ എങ്ങനെയാണ് ഭാഗമായതും എന്നൊക്കെ പറയാം. ഭാഗമായെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു അതിൻ്റെ. അതും ജോമിയാണ് അതിൻ്റെ ഡയറക്ടറായിരുന്നത്. അപ്പോൾ ജോമിയാണ് എന്നെ കാസ്റ്റ് ചെയ്തത് ഫസ്റ്റ്. അപ്പോൾ ആ ഷോർട്ട് ഫിലിം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീടാണ് ജോമി എന്നെ വിളിക്കുകയും അതിന് ശേഷം ഈ ഫിലിമിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്യുകയും ചെയ്തത്. അങ്ങനെയാണ് ഞാൻ ഈ ഫിലിമിലേക്ക് എത്തുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ജോമി
എന്നെ കാസ്റ്റ് ചെയ്തതിലും അതുപോലെ തന്നെ സാബു സാർ ഇവർ രണ്ടുപേരും കൂടെയാണ് എന്നെ ഈ ഫിലിമിൽ തിരഞ്ഞെടുത്തത്. അതിനെനിക്ക് അങ്ങേയറ്റം നന്ദി സാബു സാറിനോടും പ്രത്യേകിച്ച് ജോമിയോടും ഉണ്ട്. കാരണം ഞാൻ അധികം ഫിലിം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഏകദേശം ഒരു 4 ഫിലിമാണ് ചെയ്തത്. അതും ചെറിയ ചെറിയ വേഷങ്ങളാണ്. അപ്പം ഇതിനകത്തൊരു സാധാരണമായിട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പം അതിൻ്റെ ഒരു ത്രില്ലും സന്തോഷത്തിലാണ്. പറഞ്ഞ മൂവി ഹിറ്റ് ആയാലും ഇല്ലെങ്കിലും അടുത്തൊരു മൂവിനെ കുറിച്ച് പ്ലാൻ ഉണ്ടോ? അത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമോ? പ്ലാൻ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്യാൻ പരിപാടിയിലാണ്. ഇതായിരിക്കും ഉടനെ തന്നെ അടുത്ത നമ്മൾ അനൗൺസ്മെന്റിനുള്ള പരിപാടിയിലാണ്. അതിനുള്ള പരിപാടികൾ ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു. അത് ഇതേപോലെ കരുതൽ എന്ന് പറയുന്ന മൂവി ഡയറക്റ്റ് ചെയ്ത പോലെ പല കൺട്രികളിൽ പോയിട്ട് ചെയ്യുന്നതാണോ അതോ ഇവിടെ തന്നെ ഉള്ളതാണോ ലൊക്കേഷൻ? നമ്മളിപ്പോൾ അങ്ങനെയാണ് ഒരു 3 രാജ്യങ്ങൾ, ഇതുപോലെ 3 രാജ്യങ്ങൾ എന്നുള്ള കൺസെപ്റ്റാണ് ഇരിക്കുന്നത്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇനി ഫൈനലൈസ് ചെയ്യാനുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഇവിടെ നിർത്തുന്നില്ല, ഇത് തുടക്കം മാത്രമാണ്. മുമ്പോട്ട് എന്തായാലും സിനിമകളുണ്ട് നമ്മുടെ ഡ്രീംസ് ഓൺ സ്ക്രീനിൻ്റെ പാനലിൽ. ഓൾ ഇൻ ഓൾ ആണ്. എനിക്ക് തോന്നുന്നത് 365 ഡേയ്സിൽ ഒരു ദിവസമെങ്കിലും എന്നാ പറയണ്ടേ, വീട്ടിൽ പോകാതെ ഫുൾ ടൈം ഈ ഫിലിമിന്റെ പുറകെ നടക്കുന്ന ഒരാളാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കണ്ടു ബാനറൊക്കെ കെട്ടാനായിട്ട് പോകുന്നത്. സോ സാർ ഇത് ഈ ഫിലിമിന്റെ ഓളിനോളാന്ന് പറഞ്ഞു. സാറിന്റെ ഒരു എക്സ്പീരിയൻസ്, ഈ ഫിലിമിൽ ഒരു ക്യാരക്ടർ അഭിനയിച്ചിട്ടുണ്ട്, സാറിന്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാമോ? ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ഈ ഓളിനോളിനേക്കാൾ സത്യം പറഞ്ഞാൽ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഇടക്കയും വലങ്കയുമാണ് സ്ലീപ ചേട്ടനും സാബു സാറും. സത്യം ഞാൻ പറയാമല്ലോ, അവരില്ലെങ്കിൽ ഈ സിനിമയില്ല. ഞാൻ ഡയറക്ടർ നല്ല ഒരിക്കലും വരത്തുമില്ല. അതുകൊണ്ട് സ്റ്റീഫൻ ചേട്ടൻ ഓളിനോൾ മാത്രമല്ല, അത് ഇടവേണോ പറയാനാണ് സാറും സ്റ്റീഫൻ ചേട്ടൻ തീരുമാനിച്ചാൽ മതി. കരുതൽ എന്നുള്ളത് എൻ്റെ തൊട്ട് അടുത്ത വീട്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു അമ്മ അനുഭവിച്ച വേദനയാണ്. അപ്പോൾ ആ വേദന ആണ് ഞങ്ങൾ ആദ്യം ഷോർട്ട് ഫിലിം ആക്കിയത്. പിന്നീട് സമാനമായ നിരവധി ഇൻസിഡൻസ് നമ്മുടെ നാടുകളിൽ ഇതുപോലെ തന്നെ കാണുന്നത് കണ്ടപ്പോഴാണ് ഇതൊരു ബിഗ് സ്ക്രീനിലേക്ക് പറ്റിയ കണ്ടന്റായി കണ്ടത്. അപ്പോൾ ഈ സിനിമയുടെ തുടക്കത്തിൽ ക്രിയേറ്റീവ് പ്രൊഡ്യൂസർ എന്നായിരുന്നു എൻ്റെ പേര് വെച്ചിരുന്നത്. സിനിമ റിലീസാകാറായപ്പോഴേക്കും പറഞ്ഞു പ്രൊഡക്ഷൻ കൺട്രോളറാണെന്ന് പറഞ്ഞു. ഇനി ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ഒരു വിവാദമാകുമെന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാൻ കൺട്രോളറാണെന്ന് ചോദിച്ചാൽ ഞാൻ കൺട്രോളറല്ല, ഞാൻ ഡയറക്ടറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡയറക്ടറല്ല, പ്രൊഡ്യൂസറാണെന്ന് ചോദിച്ചാൽ പ്രൊഡ്യൂസറല്ല. പക്ഷെ അതെ എന്നോട് ചിലപ്പോൾ സംസാരം ഫ്രണ്ടിൽ കിടക്കുന്ന ഇലയെല്ലാം പേരെടുത്ത് മാറ്റുന്ന പറഞ്ഞാൽ കൂടി നടന്ന് ഇല പറിക്കുക എന്നുള്ളതായിരിക്കാം നമ്മുടെ പണി. അതല്ല എങ്കിൽ പോസ്റ്റർ ഒട്ടിക്കാനാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞെങ്കിൽ നമ്മളുടെ പോസ്റ്റർ ഒട്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പണി. അഭിനയിക്കാൻ നാളെ നീ അഭിനയിക്കാൻ കയറുകയെന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേരം അഭിനയിക്കാൻ കയറുന്നതാണ് നമ്മുടെ പണി. ഇനി നമ്മുടെ ബിന്ദുജയെ പോലെയുള്ള പാട്ടുകാർ അടുത്ത ദിവസം സ്റ്റുഡിയോയിൽ വരും. അപ്പൊ അവരെ പോയി പിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യുക, പാടിക്കുക, അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ ചെല്ലുക, ഇങ്ങനെ ആ പണിയാണെന്ന് പറഞ്ഞാൽ അന്നേരം നമ്മൾ അവിടെ ചെല്ലും. ഇനി പ്രൊമോഷൻ പരിപാടിയുടെ പറയുന്നതിൽ പോകണമെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ട്. ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഡാൻസ് കളിക്കും, പാട്ട് പാടാൻ പറഞ്ഞാൽ പാട്ട് പാടും, തലകുത്തിരിക്കാൻ പറഞ്ഞാൽ തലകുത്തിരിക്കും. ഇതാണ് നമ്മുടെ പരിപാടി. അപ്പൊ അതുകൊണ്ട് സിനിമ എന്നുള്ളത് വളരെ മനോഹരമായ ഒരുപാട് മേഖലകളിലൂടെ കൈവെക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. അതിൻ്റെ അകത്ത് രാവിലെ വൈകുന്നേരം നമ്മൾ ഫേസ്ബുക്കിൽ കുറെ സാധനങ്ങൾ തള്ളുക, നമ്മളെ തന്നെ സ്വയം പൊക്കുക. ആ പൊക്ക് തന്നെ ഞാൻ ഇപ്പോഴും പൊക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് സ്വീകരിക്കാം, തള്ളാം. നമ്മൾ പക്ഷേ അതിൻ്റെ അകത്തൊന്നും നമ്മൾ പുറകോട്ടില്ല, നമ്മൾ മാക്സിമം തള്ളിക്കൊണ്ടിരിക്കും. ഒരു കാര്യം പറയാം, ശരിക്കും എന്നെ സംബന്ധിച്ച് നമ്മുടെ സ്വിച്ച് ഇട്ടാല് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ ഒരു ഉപകരണമാണ് ശ്രീപഞ്ചേട്ടൻ. അത് ഞാൻ അയർലൻഡിൽ നിന്ന് ഒരു കാര്യം പറഞ്ഞാൽ അത് അവിടെ സ്വിച്ച് ഇട്ട് വർക്കാവും. നാട്ടിൽ ഇവർ പറഞ്ഞാൽ അത് ഇവിടെ സ്വിച്ച് ഇട്ട് വർക്കാവും. ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ചെല്ലാൻ പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇവിടെ എത്തി എന്നാ ചെയ്യേണ്ടത് ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കും. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി ഒരു ശരിക്കും ഒരു അധ്യാപകനാണ് ഈ സിനിമാ മേഖലയ്ക്ക് വേണ്ടി സ്വന്തം ജോലി പോലും കളഞ്ഞ് ഇപ്പം പറഞ്ഞ പോലെ എന്ത് പണി ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് ശ്രീപഞ്ചേട്ടൻ കേട്ടോ. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായിട്ട് ശ്രീപഞ്ചേട്ടൻ സാവസാനോടൊക്കെ നന്ദി പറയാൻ ഒത്തിരി ആഗ്രഹിക്കുകയാണ്. സിനിമയ്ക്കായിട്ട് കൊടുക്കുന്നതിനും എല്ലാവരും. അല്ല, ഇദ്ദേഹം എന്തും ചെയ്യും സ്റ്റീഫൻ എന്നറിയപ്പെടും. ഇനി സിനിമ എടുക്കുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ സമീപിക്കാം. പലപ്പോഴും സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ആരും പറഞ്ഞു വലിയ സിനിമ ചെറിയ സിനിമ എന്നൊക്കെ പറഞ്ഞു. ബഡ്ജറ്റിലാണല്ലോ ഈ വലുതും ചെറുതും നിൽക്കുന്നത്. അത് നമുക്ക് ഒരു 10 ലക്ഷം രൂപയ്ക്ക് സിനിമ ചെയ്യാം, 5 ലക്ഷം രൂപയ്ക്ക് സിനിമ ചെയ്യാം, 5 കോടിക്കും ചെയ്യാം, 50 കോടിക്കും ചെയ്യാം എന്നുള്ളത് നമുക്ക് എക്സ്പീരിയൻസ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സിനിമയുടെ കോസ്റ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 കോടിയാണ്. പക്ഷെ
ഞങ്ങൾ ചെയ്തത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. സ്റ്റീഫൻ സാർ ആണെങ്കിൽ ഈ സിനിമയിൽ കുറെ വേഷങ്ങളും അല്ലെങ്കിൽ കുറെ അവസരങ്ങളും നഷ്ടപ്പെടുത്തി ഒരാളാണ് കുറെ ആളുകളുടെ. കാരണം ഇതെല്ലാം കൂടെ ഒറ്റയടിക്ക് ചെയ്യുവാണ് ഓടുന്നത്. പക്ഷെ പാട്ട് മാത്രം പാടാൻ സമ്മതിക്കല്ല. ഞാൻ കള്ളച്ചിരി പാടാൻ നോക്കിയിരുന്നു, അന്നേരം ഇവരെല്ലാം എന്നോട് ഒരു പ്രാവശ്യം ഒരു ചെറിയ സൂചന വന്നായിരുന്നു. അത് ഞാൻ പിന്നെ നൈസായിട്ട് കളയായിരുന്നു. ഞാൻ പിന്നെ മീശയൊക്കെ ഓടിച്ച് ചെറുപ്പക്കാരനാണെന്ന് വെച്ചപ്പോ അന്നത്തെ ആദർശനായി ചാടി വന്നു. എന്ത് ചെയ്യാന്ന് പറഞ്ഞു, നമുക്കൊരവസരം നമ്മൾ ട്രിപ്പിൾ റോളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മതിക്കല്ല. സാവു സാറിനോടാണ്. സാർ ഇപ്പം 7 seconds എന്ന് പറയുന്ന ഒരു മൂവി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ എന്നത്തേനായിരിക്കും അത് റിലീസിങ് വരിക? 7 secondsന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ ഇന്നലെ രാത്രിയാണ് ബാക്കപ്പ് ആയത്. 14 ദിവസം കാസർഗോഡ് നിന്ന് കുറെ ദൂരം കർണാടക ബോർഡറിലുള്ള സുല്യപ്പത എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. റിലീസ് ഞങ്ങൾ മെയ് ജൂണിൽ ചെയ്യണമെന്നാണ് ആലോചിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അസംബ്ലി ഇലക്ഷനൊക്കെ വരുന്നത് ഉറപ്പായിട്ടും ബാധിക്കും. ഒരു ഷെഡ്യൂളെ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും ഒരു 35 ദിവസത്തോളം ഷൂട്ട് നടക്കാനുണ്ട്. അതുകൊണ്ട് മെയ് ജൂൺ എന്നുള്ളൊരു സ്വപ്നം ഞങ്ങൾ വെച്ചിട്ടുണ്ട്, ഡിലേ ആകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു വളവ് വെച്ചിട്ട് ഒന്ന് സാറിനോട് ഞങ്ങൾ ഉറങ്ങിയതിൽ കൂട്ടത്തിൽ സാറിനോട് എന്തോ ഒന്ന് സംഭവിച്ചു, ഞങ്ങളെല്ലാം കൂടെ ഒന്ന് പേടിച്ചു പോയി. അന്ന് ഞാൻ പറഞ്ഞിരുന്നു സാറിന് ഡ്രൈവർ പണി ഒന്ന് വാങ്ങിച്ചിട്ട് വരാമെങ്കിൽ ഇല്ലിക്കോ എന്ന് പറയണം. ശരിക്കും ഞാൻ സ്റ്റീഫനോട് ഡ്രൈവറായിട്ട് വരാനല്ല പറഞ്ഞിരുന്നത്. ലൊക്കേഷനിലും സ്റ്റീഫനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചോണ്ടിരുന്ന മാനേജറിനാണ്. പക്ഷെ അവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് പലരും ഇത്ര ദൂരെയൊക്കെയാണ് അക്കോമഡേഷൻ കിട്ടിയിരിക്കുന്നത് അറിഞ്ഞത്. അപ്പൊ ഡ്രൈവർ പണികൾ ചെയ്യേണ്ടി വരും. നിങ്ങൾ മുമ്പ് ചോദിച്ച പോലെ ഇതൊരു ഞാൻ ഈ അസോസിയേഷനിൽ 24 വർഷമായിട്ട് മെമ്പറാണ്. ഈ ഓഡിറ്റോറിയം തുടങ്ങിയ കാലം മുതൽ തന്നെ, ഈ ഓഡിറ്റോറിയം പണിത കാലം മുതൽ ഒത്തിരി മീറ്റിംഗിൽ വന്നിരിക്കാറുള്ളതാണ്. അപ്പൊ ഈ ചോദ്യം ഒത്തിരി വരുന്നതാണ്, ഈ ചെറിയ സിനിമ വലിയ സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രൊഡ്യൂസേഴ്സാണ്. ഇവിടെ വന്ന് ഇരിക്കുന്നതിൽ മിക്കവാറും 90% പ്രൊഡ്യൂസേഴ്സും സിനിമകളെടുത്ത് പരാജയപ്പെട്ടവരും 10% ഒക്കെ ആയിരിക്കും വിജയിച്ചിട്ടുണ്ടായത്. അപ്പൊ അത്രയും പരാജയങ്ങൾ കണ്ടിട്ടുള്ള ഒരു പരാജയപ്പെട്ട ആൾക്കാരെ കണ്ടിട്ടുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ ആ ചോദ്യം ചോദിച്ചത്. അപ്പൊ എനിക്ക് വളരെ രസകരമായിട്ട് തോന്നി ആ ചോദ്യം. ഈ സിനിമ വിജയിക്കോ പരാജയപ്പെടുകയോ, പരാജയപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? പരാജയപ്പെട്ട ആൾക്കാർക്ക് ഇനി ഓഡിറ്റോറിയത്തിൽ വരാറുണ്ട്. പരാജയപ്പെട്ടാലും ഞങ്ങൾ ഇനി ഓഡിറ്റോറിയത്തിൽ വരും. ജോബിട്ടേട്ടാ, അപ്പം പടം ഫെബ്രുവരി 6 റിലീസ് ആവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലുള്ള പ്രേക്ഷകരെയും, അതായത് ചെറുപ്പക്കാരെയും പ്രായമായവരെയും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കൺവിൻസിങ് ആവുന്ന ഒരു സിനിമയാണ്. അപ്പം എല്ലാ പ്രേക്ഷകരോടും, അതായത് നമ്മുടെ യുവാക്കളോടും മാത്രമല്ല ബാക്കിയുള്ള എല്ലാ പ്രേക്ഷകരോടും, വിദേശത്തുള്ളവരോടും അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്നവരോടും എല്ലാവരോടും എന്താണ് ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്? ഇത് പറഞ്ഞ പോലെ തന്നെ ഇത് എല്ലാ പ്രായക്കാർക്കും ക്ലെയിം ഈ ഒരു സർട്ടിഫിക്കറ്റാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ചെറുപ്പക്കാർ മുതൽ കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ കാണാൻ പറ്റുന്ന ഒരു കണ്ടന്റാണ് അത് തന്നെ. അപ്പോൾ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ സിനിമ ചെറിയ സിനിമ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് മാറ്റി വെച്ചിട്ട് നമുക്ക് നല്ലൊരു സിനിമ കാണാം കുടുംബസമേതം എന്നുള്ള ചിന്തയോട് കൂടി തീർച്ചയായിട്ടും നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു സിനിമയാണ് കരുതൽ എന്ന് പറയുന്നത് ഞാൻ 100% ഗ്യാരണ്ടി പറയുകയാണ്. അതുകൂടാതെ ഈ സിനിമ ഫെബ്രുവരി 6 ഇറങ്ങുമ്പോൾ ഈ കാണുന്ന എന്നെ കേൾക്കുന്ന എല്ലാവരും, അപ്പം നിങ്ങൾ തന്നെ പറഞ്ഞ മീഡിയക്കാരെ കുറച്ച് പേര് വന്നിട്ടുള്ളൂ, പറ്റുമെങ്കിൽ നിങ്ങൾ തന്നെ മറ്റുള്ള മീഡിയക്കാരോട് പറഞ്ഞ് നമ്മുടെ സിനിമ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക. പറ്റുമെങ്കിൽ നമ്മുടെ റിക്വസ്റ്റാണ്. കൂടാതെ അതിനുശേഷം ഞാൻ പറഞ്ഞത് ഷീജയുടെ പറഞ്ഞത് തന്നെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇന്ന് വരാത്ത പല മീഡിയക്കാരും ഒരുപക്ഷെ നമ്മളെ വിളിച്ച് ചോദിക്കുമായിരിക്കും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നു. പിന്നെയുള്ളത് നിങ്ങൾ പറ്റുന്ന പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഈ സിനിമ തിയേറ്ററുകളിൽ തന്നെ പോയി എല്ലാവരും കാണുക എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു നമ്മൾ ഈ സിനിമ ഏതൊരു വ്യക്തിക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും. അതായത് 80% നമ്മുടെ മലയാളികളും വീടുകളിൽ കാരണന്മാർ തന്നെയുള്ളൂ. അപ്പോൾ അത് വിദേശത്തുള്ള ആളുകൾക്ക് കാണാൻ പറ്റുന്ന സിനിമയാണ്. നമ്മൾ ചില സിനിമ നോക്കിക്കഴിഞ്ഞാൽ അധികം നാട്ടിലുള്ളവരാണ് കൂടുതൽ കാണുന്നത്, വിദേശത്തുള്ള കുറച്ച് ആൾക്കാർക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇത് നാട്ടിലുള്ള ആളുകളും അതേപോലെ തന്നെ വിദേശത്തുള്ള ആളുകളും ഈക്വലി കാണേണ്ട സിനിമയാണ്. ഇത് രണ്ട് കാര്യങ്ങൾ, നാട്ടിലെ അവസ്ഥകളും അതേപോലെ തന്നെ വിദേശത്തെ അവസ്ഥയും ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അത് വിദേശത്തുള്ളവരും നാട്ടിലുള്ളവരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതിനകത്ത് പറയുന്ന ഒരു മെസ്സേജ്,
എത്രമാത്രം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ ഉൾക്കൊള്ളുക. ആ ഒരു തിരിച്ച് കാലഘട്ടത്തിന്റെ മാറ്റം എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടി ഇതിലൊരു മെസ്സേജ് നിങ്ങൾ സ്വീകരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അമേരിക്കയിൽ നമ്മൾ റിലീസ് ഉണ്ടെന്നാണ് നമ്മുടെ കോപ്പറേറ്റീവ്സ് അവിടെ അറേഞ്ച്മെന്റ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അയർലൻഡിൽ റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ UK-യിലും ഇങ്ങനെ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വരുന്നേ ഉള്ളൂ. പിന്നെ ഓസ്ട്രേലിയയിലും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഇതൊരു പാൻ വേൾഡ് മൂവിയാണ്. നിങ്ങൾ അങ്ങനെ വേണം കാണാൻ. അല്ലാതെ നിങ്ങളിതിനെ ഒരു ചെറിയ സിനിമ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇതിനെ കൊച്ചാക്കരുത്. ഒരു പാൻ വേൾഡ് മൂവി. ഇവരെ ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്ന പാൻ ഇന്ത്യനാണ്, ഇത് പാൻ വേൾഡാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ വന്ന എല്ലാ മീഡിയക്കാരുടെ സ്നേഹവും സന്തോഷവും നിങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. മുമ്പോട്ട് ഞങ്ങളുടെ സിനിമകൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ തന്നെ ടീമിന്റെ സാബു സാർ, ഞങ്ങളുടെ ഗുരുനാഥന് ഞങ്ങളുടെ എല്ലാം സാബു സാറിന്റെയും സെക്കൻഡ്സ്, ഞങ്ങളുടെ വേറെ പല സിനിമകൾ വരുന്നുണ്ട്. അപ്പൊ എല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി വന്ന എല്ലാവർക്കും, എല്ലാ മീഡിയക്കാർക്കും നന്ദി പറയുന്നു. പിന്നെ ഒരൊറ്റ കാര്യങ്ങൾ, ഞങ്ങളുടെ ഈ സിനിമ ഞാൻ പറഞ്ഞു, ഇതൊരു ഫാമിലിയാണ് ഞങ്ങളുടെ സിനിമ കരുതൽ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഇത്ര പേര് ഇരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സ്പേസിന്റെ ഒരു അവൈലബിലിറ്റി കൊണ്ട് മാത്രമാണ്. ഞങ്ങൾ 2-3 പേര് പുറത്തേക്ക് അവരൊന്ന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ. താഴേക്ക് കാരണം ഇവിടെ ഇരുത്താൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവരെ മാറ്റി നമുക്ക് അവിടെ ആക്കിയത്. ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുവാണ് നിങ്ങളുടെ മുമ്പിലേക്ക്. ഒന്ന് ഞങ്ങളുടെ സിനിമയിലെ കോർഡിനേറ്റർ, ഞങ്ങളുടെ ഈ സ്റ്റീഫൻ ചേട്ടനെ പോലെ ഞങ്ങളുടെ ലൊക്കേഷനും എല്ലാ കാര്യങ്ങളൊക്കെ വേണ്ടി ഓടി നടന്ന് ഞങ്ങളുടെ ഈ സിനിമയിൽ ഒരു ഫാം മാനേജറായിട്ട് റോൾ ചെയ്തിട്ടുള്ള ബൈലോൺ അബ്രഹാം, അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തുവാണ്. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളൊക്കെ ഓടി നടന്നതാണ്. പിന്നെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആ ഒരു ചെറിയ മനുഷ്യൻ, പുള്ളി നമ്മുടെ ഈ സിനിമയിൽ ഒരു വ്യത്യസ്തനായിട്ടുള്ള ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് വിവിഷ് റോളിലുണ്ട്. പിന്നീട് നമ്മുടെ ഈ ഒരു കറുത്ത സാരിയെ കൊടുത്തിരിക്കുന്ന ചേച്ചി ഒരു നേഴ്സിംഗ് സൂപ്പർവൈസറായിട്ട് റിട്ടയർ ചെയ്ത ആന്റിയാണ്. കണ്ട പറയത്തില്ലെന്നുള്ളൂ. അപ്പൊ നമ്മുടെ കോട്ടയം രമേശ് ചേട്ടന്റെ വൈഫായിട്ട് നല്ലൊരു മികച്ച റോൾ ചെയ്ത് ഞങ്ങളെ അതുപോലെ എന്നെയൊക്കെ അതിശയിപ്പിച്ച് നിൽക്കുന്ന രശ്മി ചേച്ചിയാണ്. ചേച്ചി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറോടെ ചേച്ചിക്ക് ഇടുന്ന ഓരോ പോസ്റ്റുകളും ഒത്തിരി ആളുകൾ കാണുന്നുണ്ട് ഈ ഒരു പ്രായത്തിൽ. കണ്ട പറയത്തില്ല, ഇപ്പൊ ഞങ്ങൾക്ക് പ്രായം അറിയാവുന്നതാണ്. ചില ഫോട്ടോയിൽ കാണുമ്പോൾ ചെറുപ്പക്കാരിയാണെന്നോർത്തായിരിക്കും, അതെ തെറ്റിയിരിക്കുന്നതായിരിക്കും. അപ്പം രശ്മി ചേച്ചി ഞങ്ങളുടെ ഒരു വലിയൊരു സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളത് ഞങ്ങളുടെ ഈ ഇരിക്കുന്ന ഞങ്ങളുടെ സൈത, വേറൊരു ആന്റി ഞങ്ങൾ കുഞ്ഞി ആന്റി എന്ന് പറയപ്പെടും. അപ്പം ഞങ്ങളുടെ പുള്ളിക്കാരി ഒരു അസിസ്റ്റന്റ് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ് പുള്ളിക്കാരി. അപ്പൊ അത്രയും പ്രായമുണ്ട് കേട്ടോ, കണ്ടാ ചെയ്താന്നുള്ളൂ. അപ്പം നല്ലൊരു റോൾ സിനിമ ചെയ്തിട്ടുണ്ട്. ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഞങ്ങളുടെ മനു ഭഗവത്, മനു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആരാന്ന് പറയാൻ എനിക്കും അറിയത്തില്ല. ആക്ടറാണ് വെച്ചാൽ സിനിമയിൽ ആക്ടറാണ്. ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു ക്രൂ മെമ്പർ ആയാലും അതുമാണ്. അപ്പം എല്ലാം മനു. ഇപ്പൊ ഒന്ന് വെള്ളം മേടിക്കാനൊക്കെ ഞാൻ മനുവിനെ പറയുന്നുണ്ട്, മനുവാണ് വെള്ളമായിട്ട് എല്ലാം വന്നത്. എല്ലാ കാര്യങ്ങളൊക്കെ മനുവുണ്ട്. പിന്നെ ഉള്ളത് ഞങ്ങളുടെ കോസ്റ്റ്യൂം ഡിസൈനർ, അവിടെ ഇരിക്കുന്ന ഒരു ചെറിയൊരു കുഞ്ഞു ചേച്ചി, ഞങ്ങളുടെ അൽഫാൻസ ചേച്ചിയാണ് ഞങ്ങളുടെ കോസ്റ്റ്യൂം ഡിസൈനർ സിനിമയിലെ ചേച്ചി. 2ാമത്തെ സിനിമയാണ്. ചേച്ചിയുടെ അമ്മയാണ് അൽഫാൻസ ചേച്ചി അല്ലേ? സോറി മാറിപ്പോയി. ചേച്ചിയുടെ മോളാണ് മോളിയാക്കിയുടെ മോളാണ് അൽഫാൻസ ചേച്ചി. അപ്പം വേറെ ആരാ ഉള്ളത്? ഞങ്ങളുടെ ഒരു ഡയറക്ടറാണ്, ഞങ്ങളുടെ ഒരു ഈ ഷിജോ വർഗീസ്. പുള്ളി ഒരു ഡയറക്ടറാണ്. 2-3 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഈ സിനിമയിൽ നല്ലൊരു റോള് ചെയ്തിട്ടുണ്ട് ഷിജോ. പിന്നെ വേറെ ആരും തന്നെ ഇല്ല, ബാക്കി എല്ലാവരും പോയെന്ന് വിചാരിക്കുന്നു. ഇത്ര പേരോട് നിങ്ങളുടെ മുന്നിൽ നിന്ന് പരിചയം. ഒരാൾ ഏറ്റവും പുറകെ ഇരിപ്പുണ്ട്. ഷിജോ പൈസ എല്ലാം തരണമെന്നുണ്ടെങ്കിൽ ആ പുള്ളി അംഗീകാരം തരണം. ഷിജോ ചേട്ടന്റെ മകനാണ്, ഞങ്ങളുടെ പ്രൊഡ്യൂസറിന്റെ മകനാണ്. പക്ഷെ പ്രത്യക്ഷത്തിൽ പുള്ളി അപ്പനാണെങ്കിലും അതായിരിക്കും അപ്പൻ. അപ്പൊ ഇങ്ങനെയുള്ള അപ്രൂവലിന്റെ അടുത്ത് ഇവിടെ നിന്ന് തന്നെ കണ്ണും കൈയും കാണിക്കുന്നുണ്ട്. വീട്ടിൽ പോകാന്ന് പറഞ്ഞാൽ ഇവിടെ ചാടി ഇറങ്ങി ഓടും. മോൻ അവിടെ നിന്ന് പറയാൻ വാന്ന് പറഞ്ഞാൽ ഇവിടെ ഇറങ്ങി ഓടും. എന്തോ കൊടുത്ത് ജ്യൂസൊക്കെ മേടിച്ച് കൊടുത്തേക്കാണ് അവിടെ. അതുകൊണ്ട് തൽക്കാലം ഉണ്ടായിരിക്കുന്നുള്ളൂ. അപ്പൊ എന്താണ് അവനെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. സച്ചിൻ, അതല്ലേ, വേറെ. പിന്നെ എല്ലാവരും നിങ്ങളെ എല്ലാവരോടും കേട്ടോ ഒരിക്കൽ കൂടി നന്ദി പറയാം. നമ്മുടെ ഷൈ ചേട്ടൻ, ജോൺസൺ ചേട്ടൻ, സാബു സാറ്, ഷിജു ചേട്ടൻ, സുനിൽ ചേട്ടൻ, ശ്രീപൻ ചേട്ടൻ, ബിന്ദുജ, മോളി ആൻറ്റി, ആദർശ്, റോബി ചേട്ടൻ, എല്ലാവരും. ആരും സരിത, മനു പയ്യോ, ഞങ്ങളുടെ മനുവിൻ്റെ കാര്യം എടുത്ത് പറയണം കേട്ടോ. ഇന്ന് ഈ പരിപാടി ഞങ്ങളുടെ PR മനു ദിനേശ് ചേട്ടനുമാണ്. അപ്പം ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും, സത്യം പറയാം, ഞങ്ങളൊരു സഹോദരനെ പോലെ എന്ത് കാര്യം ഉണ്ടായാലും ജോമി ചേട്ടനാണ് എന്നും വിളിച്ച്
ഓരോ എനിക്ക് പല കാര്യങ്ങൾ അറിയത്തില്ല, പലതും പറഞ്ഞു തന്ന് എന്നെ ചെയ്യിപ്പിക്കുന്നതും എല്ലാം ഇപ്പം നിങ്ങളോട് എത്തിക്കാൻ തന്നെ കാരണം മനുവാണ് കേട്ടോ. അപ്പോൾ മനുവിന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് നന്ദി ഞങ്ങൾ പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ സാറിനെ സിനിമയ്ക്കകത്ത് സാറേ മനു തീർച്ചയായിട്ടും പിയാറോ മനുവിടെ വന്നു, മനു തന്നെയാണ് അതിൻ്റെ പിയാറോ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫാമിലിയുടെ തന്നെ പിയാറായിട്ട് ഞങ്ങൾ മനുവിനെ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്, ഞങ്ങളുടെ ഡിജിറ്റൽ പിയാറോ. ബാക്കി എല്ലാവരും ഞാൻ വിട്ടുപോയിട്ടെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഈ ആള് ചെന്ന് പ്രൊഡ്യൂസേഴ്സ് ശശിയും എല്ലാവർക്കും സൗണ്ട് നമ്മുടെ സൗണ്ട് കൈകാര്യം ചെയ്ത ചേട്ടന്മാർക്കും ബാക്കി എല്ലാവർക്കും അവിടെ ഒരിക്കൽ കൂടി താങ്ക്സ്. പിന്നെ നിങ്ങളോട് 6-ാം തീയതി നമ്മുടെ കൊച്ചു സിനിമ ഓക്കെ നിങ്ങൾ കാണാം. കൊച്ചു സിനിമ നിങ്ങൾ പാരമ്പര്യ സിനിമയാക്കി മാറ്റാൻ വേണ്ടി 6-ാം തീയതി നമ്മുടെ വനിതാ തിയേറ്ററിൽ 10:30 ആണ് ഷോ വിചാരിക്കുന്നത്. അപ്പൊ അവിടെ വന്ന് ഞങ്ങളെ ഇത് വലിയ സിനിമയാക്കാൻ വേണ്ടി നിങ്ങൾ സഹായിക്കണമെന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിച്ച ഉറപ്പായിട്ടും ഈ സിനിമ വലിയ സിനിമയാക്കാൻ പറ്റും. അപ്പം എല്ലാവരെയും കൂടെ ഞങ്ങൾ അവിടെ എല്ലാ മീഡിയക്കാരും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പറഞ്ഞു കേട്ടോ, പ്ലീസ് കേട്ടോ, റിക്വസ്റ്റ് ആണ്. എല്ലാവരും വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പം വേറെ അപ്പോൾ ഞങ്ങളുടെ ഡിജിറ്റൽ പിആർഒയ്ക്ക് ഇപ്പോൾ ഒരു മൊമെന്റോ നൽകുന്നതാണ്. അത് ഏറ്റുവാങ്ങുന്നതിനായി മനുവിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചോളൂ. സാബു സാർ. അടുത്ത ഞങ്ങളുടെ കോസ്റ്റ്യൂമർ സുനിൽ സുധ സാർ. ഞങ്ങളുടെ കോ പ്രൊഡ്യൂസറും താങ്ക് യു. ഒരിക്കൽ കൂടെ ആത്മാർത്ഥമായിട്ട് നന്ദി പറയാണ് വന്നു നിങ്ങൾ എല്ലാവർക്കും. പിന്നെ ഞാൻ പറഞ്ഞ ഒന്നോടെ റിമൈൻഡ് ചെയ്യാണ്, 6-ാം തീയതി എല്ലാവരും കൂട്ടി ഒന്ന് വരണം കേട്ടോ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.